Okay. Good morning. Good morning, Ramesh sir. Good morning, Tinu. Good morning, all. Good morning, coaches. Good morning, cricketers. ഇന്നത്തെ ടോപ്പിക്ക് ഗോൾ സെറ്റിംഗ് ആണ്. എന്തുകൊണ്ട് ഈ ടോപ്പിക്ക് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് വെച്ചെന്ന് വെച്ചാൽ ആസ് ക്രിക്കറ്റേഴ്സ് നിങ്ങളെല്ലാം ഫ്യൂച്ചർ ക്രിക്കറ്റ് എന്താണ് ഹയർ ലെവലിൽ കളിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. അപ്പം എങ്ങനെ ഒരു ക്രിക്കറ്റർ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ അവന്റെ എന്താണ് ഗോൾസ് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ അയാളുടെ ഡ്രീംസ് എങ്ങനെ റിയാലിറ്റി ആക്കി മാറ്റാം. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഒരു സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രീംസ് അല്ലെങ്കിൽ നമ്മുടെ ആ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാനുള്ള സാധ്യത കൂട്ടുക എന്നുള്ളതാണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഇപ്പോ നിങ്ങളുടെ അക്കാഡമിയിലോട്ട് പോകുമ്പോൾ ഒരു യാത്ര കഴിഞ്ഞായിരിക്കും നിങ്ങൾ അക്കാഡമിയിൽ എത്തുന്നത്. അപ്പൊ ഈ യാത്രയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കാഡമി അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്റ്റൽ എത്തുക എന്നുള്ളതാണ്. പക്ഷെ അതിനു മുമ്പുള്ള ആ യാത്രയാണ് നമ്മൾ ഈ ഗോൾ സെറ്റിംഗ് അല്ലെങ്കിൽ അതിന് എൻഡായിട്ടുള്ള ആ ഒരു എന്താണ് നമ്മുടെ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുക എന്നുള്ള ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഗോൾ സെറ്റിംഗിന്റെ ടോപ്പിക്കിലോട്ട് ഞാൻ കടക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റന്റെ ഒരു കോട്ടാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡ്രീം ആൻഡ് എ ഫാന്റസി ഈസ് കമ്മിറ്റ്മെന്റ്. നിങ്ങൾക്ക് ഒരു നല്ല ലെവലിൽ കളിക്കുന്ന ഒരു ക്രിക്കറ്റർ ആവണം, അല്ലെങ്കിൽ നിങ്ങളുടെ കളിയിൽ ഒരു മെച്ചം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന ഒരു കാര്യത്തിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. എത്രത്തോളം നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിലുള്ള കമ്മിറ്റ്മെന്റ് കാണിക്കും, അത്രത്തോളം നമ്മൾ അതിനെ കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കും. അതിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ കൂടുതൽ ഡിസിപ്ലിൻ നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിൽ കൊണ്ടുവരാൻ നോക്കും. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് നമ്മുടെ കോസിനോട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. ഇതൊരു ഫേമസ് അത്ലറ്റ്, നിങ്ങൾക്ക് എല്ലാവരും പരിചയമുള്ള അത്ലറ്റ് ആണ്. അപ്പൊ ഉസൈൻ ബോൾട്ട് പോലും അദ്ദേഹം വേൾഡ് റെക്കോർഡും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ് എല്ലാം ഇതുപോലെ ഗോൾസ് സെറ്റ് ചെയ്താണ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. സോ അദ്ദേഹത്തിന്റെ കോട്ടാണ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു സെറ്റ് ഗോൾസ് ഇൻ ലൈഫ്. ഐ സെറ്റ് മൈൻഡ് ടു ദ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഐ ക്യാൻ അച്ചീവ്. അപ്പൊ അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യലിന് ഏറ്റവും അങ്ങേറ്റം എത്താൻ പറ്റുന്ന ഗോളുകളാണ് അദ്ദേഹം പോലും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് അത്ലറ്റിക് ഫീൽഡിലെല്ലാം ഇതെല്ലാം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ക്രിക്കറ്റിലും ഇത് വന്നിട്ടൊരു കുറച്ച് കാലങ്ങളായി. പക്ഷെ ഇത് അക്കാഡമിയിൽ നിങ്ങൾക്ക് ഇത് പുതുതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പം ഈ ടോപ്പിക്ക് വഴി നിങ്ങളുടെ പ്രാക്ടീസ് സെഷൻ എങ്ങനെ എന്താണ് പ്ലാൻ ചെയ്യണം, നിങ്ങളുടെ ഗ്രോത്ത് എങ്ങനെ, നിങ്ങളുടെ ഡെവലപ്മെന്റ് എങ്ങനെ അസസ് ചെയ്യണം, നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ കുറച്ചുകൂടെ മെച്ചമാക്കാം, നിങ്ങളുടെ ഏതെങ്കിലും സെലക്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ കോസിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നത്. അപ്പൊ അതെങ്ങനെ നേടാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതുവഴി നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു വേൾഡ് ഗ്രേറ്റസ്റ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ് മൈക്കൽ ജോർഡൻ. അദ്ദേഹത്തിന്റെ കോട്സ് ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഐ ഓൾവേസ് ഹാഡ് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ബീയിങ് ദ ബെസ്റ്റ്, ബട്ട് ഐ അപ്രോച്ച് എവറിത്തിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇത് നിങ്ങൾ ഓർത്തോണം, അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ ഓരോ നേട്ടങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർ പ്ലാനിങ്ങും പ്രോപ്പർ ആയിട്ടുള്ള ഗോൾ സെറ്റിംഗ് ഒക്കെ വെച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും അദ്ദേഹം അച്ചീവ് ചെയ്തിരിക്കുന്നത്. I can't see any other way of accomplishing anything. നിങ്ങളെല്ലാം ഹീറോ ആയ സച്ചിൻ തെണ്ടുൽക്കർ അദ്ദേഹം ഗോൾ സെറ്റിങ്ങിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. I do keep a diary. It reminds me of the goals and targets set by me. Maybe 3 or 4 months down the line, it will help me improve my game. അപ്പൊ ഇത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ പോലും ഒരു ഡയറി, അദ്ദേഹം ഒരു പേഴ്സണൽ ഡയറി കീപ്പ് ചെയ്യുന്നു. അതില് അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ ടാർഗറ്റ്സ് ഒക്കെ അതിൽ സെറ്റ് ചെയ്തിരുന്നു. അത് സെറ്റ് ചെയ്യുമ്പോൾ എന്താ അദ്ദേഹത്തിന് ഇടുന്നില്ല, കൂടുതൽ കമ്മിറ്റ്മെന്റ് കാണിക്കാനും അതിനുവേണ്ടി വർക്ക് ചെയ്യാനും മാത്രമല്ല, സപ്പോസ് അത് അദ്ദേഹത്തിന് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ്, അതിന്റെ റീസൺ, ഇതെല്ലാം ചാർട്ട് ഔട്ട് ചെയ്യാനും അതിനുശേഷം വീണ്ടും അതിനനുസരിച്ച് കളി ഡെവലപ്പ് ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അപ്പൊ നിങ്ങളും അക്കാഡമിയിൽ വന്നാൽ ഒരു ഡയറി കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഒരു ഡോക്യുമെന്റേഷൻ ചെയ്യുന്നതിന്റെ പ്രയോജനം എന്തെന്ന് വെച്ചാല് ഒരു മാസം കഴിഞ്ഞ് നിങ്ങളുടെ അസസ്മെന്റ് ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾ
ഒരേ മിസ്റ്റേക്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ ഇമ്പ്രൂവ്മെന്റ് എന്തെങ്കിലും കാണുന്നുണ്ടോ, ഇതെല്ലാം നിങ്ങളുടെ ഈ ഡോക്യുമെന്റേഷൻ വഴി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഒരു ഡയറി കീപ്പ് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. ഡോൺ ജസ്റ്റ് തിങ്ക് ഇറ്റ്, ഇങ്ക് ഇറ്റ്. എഴുതി വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തോട് കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. നമ്മള് കളി ക്രിക്കറ്റ് ഒരു സീരിയസ് ഗെയിമിലോട്ട് ചിന്തിച്ചു തുടങ്ങുന്ന സമയത്ത് കുറച്ചുകൂടെ ക്ലാരിറ്റി ആവശ്യമാണ്. അപ്പോൾ അതിലൊന്നാണ് നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പെർഫോമൻസ്. അപ്പൊ അതിൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: വിഷൻ, സാക്രിഫൈസ് ആൻഡ് കമ്മിറ്റ്മെന്റ്. എല്ലാ ഗ്രേറ്റ് പ്ലേയേഴ്സും അവർക്ക് ഒരു വിഷൻ ഉണ്ടാവും. വിഷൻ മീൻസ് അവർക്ക് ഈ കളിയിൽ ഞാൻ എന്റെ എൻഡ് ഡ്രീം എന്താണ്, ഞാൻ എന്താണ് അൾട്ടിമേറ്റ് അച്ചീവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ടൂർണമെന്റിൽ നിന്ന് എനിക്ക് എന്താണ് വേണ്ടത്, എനിക്ക് ഈ ഒരു വർഷം ഞാൻ എന്താണ് എനിക്ക് നേടേണ്ടത്, അങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ള വിഷൻ അവർക്ക് എപ്പോഴും അവർ സെറ്റ് ചെയ്യാറുണ്ട്, അവർക്ക് അത് ഉണ്ടാകാറുണ്ട്. ദെൻ സാക്രിഫൈസ്. സാക്രിഫൈസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാല്, ഇപ്പൊ സപ്പോസ് നിങ്ങൾ അക്കാഡമിയിൽ വന്നിട്ടുണ്ട്. ഈ അക്കാഡമിയിൽ വരുന്ന ദിവസം നിങ്ങൾ രാവിലെയും വൈകിട്ടും ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ പോകാറുണ്ട്. അതേ സമയത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റി വെച്ചിട്ടാണ്, സാക്രിഫൈസ് ചെയ്തിട്ടാണ് നിങ്ങൾ അതിനു വേണ്ടി വരുന്നത്. അപ്പം ആസ് എ ക്രിക്കറ്റർ നിങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന സാക്രിഫൈസുകളും ആ ചെയ്യുന്ന സാക്രിഫൈസുകളുടെ എന്താണ് ക്വാളിറ്റിയും, എന്തൊക്കെയാണ് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നത് കളിക്ക് വേണ്ടി, ഇതെല്ലാം നിങ്ങളുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. ദെൻ അൾട്ടിമേറ്റ് കമ്മിറ്റ്മെന്റ് നിങ്ങൾ നിങ്ങളുടെ കളിയോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗോളിനടുത്ത് മാത്രം കമ്മിറ്റഡ് ആയിരിക്കും. പല ക്രിക്കറ്റേഴ്സും കാണാറുണ്ട്, അവർ അക്കാഡമി വരുന്നു, പക്ഷേ ആദ്യമൊക്കെ കുറച്ച് ഗോൾ സെറ്റ് ചെയ്യും, പിന്നെ അതിനോടൊരു അറ്റാച്ച്മെന്റ് ഇല്ല, ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. അവര് ചിലപ്പോൾ ഗ്രോത്ത് കാണിക്കും, ചിലപ്പം ഗ്രോത്ത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും. സോ ഒരു കൺസിസ്റ്റൻസി ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു വിഷൻ ഉണ്ട്, നിങ്ങൾ അതിനുവേണ്ടി സാക്രിഫൈസുകൾ ചെയ്യാൻ തയ്യാറാണ്, അതിനുവേണ്ടി നിങ്ങൾ എന്താണ് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ പെർഫോമൻസിൽ ഒരു വലിയ മാറ്റം തന്നെ ഉണ്ടാവും. മൂന്ന് കാര്യങ്ങൾ ഒന്നാണ് പോസിറ്റീവ് പെർഫോമൻസിന്റെ മൂന്ന് കാര്യങ്ങൾ ഒന്നാണ്. ഒന്ന് വിഷൻ. മോസ്റ്റ് ടോപ്പ് പെർഫോമേഴ്സ് ഇൻ സ്പോർട്സ് ആൻഡ് ഇൻ മോസ്റ്റ് ഓഫ് ഏരിയാസ് ഓഫ് ലൈഫ് ഹാവ് എ ക്ലിയർ ഇമേജ് ഓർ വിഷൻ ഓഫ് വാട്ട് ദേ വിഷ് ടു അച്ചീവ്. അവർക്ക് എന്താ വേണ്ടതെന്ന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ അവർക്കുണ്ട്. സ്പെസിഫിക് ആയിട്ട് എന്ത് വേണം എന്നുള്ള ഒരു ക്ലാരിറ്റി അവരുടെ ചിന്താഗതിയിലും ഉദ്ദേശത്തിലും ഉണ്ട്. ദിസ് സ്പെസിഫിക് ഗോൾ പ്രൊവൈഡ്സ് ദം വിത്ത് ഡ്രൈവ് ആൻഡ് പേർപ്പസ്. അത് അവരെ ഒരു എന്താണ് സെൽഫ് മോട്ടിവേഷൻ അത് ഡെവലപ്പ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യും. നമ്മള് വേറൊരാൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ മോട്ടിവേഷൻ പോരാന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡയറക്ഷൻ വേണം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗോള് വേണം. അതുണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫ് മോട്ടിവേഷൻ വളരെ നന്നായിരിക്കും. പിന്നെ അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാല് നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രൗണ്ടിൽ പോയി എന്ത് ചെയ്യണം, പ്രാക്ടീസിന് പോയി എന്ത് ചെയ്യണമെന്ന് ആരും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം വരില്ല. കാരണം നിങ്ങൾ അത്രത്തോളം സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. ഞാൻ ഇപ്പം ഒരു 10 വർഷമായിട്ട് അക്കാഡമിയായിട്ട് അറ്റാച്ച്ഡ് ആണ്. അപ്പം ഇതിൽ ഏറ്റവും എന്താണ് നല്ല അച്ചീവ്മെന്റ് ഉള്ള പ്ലേയേഴ്സിനൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ട്രൈറ്റ്സ് നോക്കുകയാണെങ്കിൽ അവരെല്ലാം സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. അവർക്ക് നമ്മൾ പ്രാക്ടീസ് 4:30 ആണെങ്കിൽ അവർ അതിന് മുമ്പേ ഗ്രൗണ്ടിൽ ഉണ്ടാവും. 6:30 പ്രാക്ടീസ് ആണെങ്കിൽ അവർ അതിന് മുമ്പേ ഗ്രൗണ്ടിൽ ഉണ്ടാവും. ബിക്കോസ് അവർക്ക് അത്രയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം, കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ട് അവരുടെ ലക്ഷ്യബോധത്തോട്. ആ ഒരു കമ്മിറ്റ്മെന്റ് ഒരു എക്സ്ട്രാ അവർ കാണിക്കാറുണ്ട്. അപ്പം ഒരു വിഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രാക്ടീസിനും ഡെവലപ്മെന്റിനും പെർഫോമൻസിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. സോ ഒരു വിഷൻ ആവശ്യമാണ് ആസ് എ പ്ലെയർ. Can be dream of playing for your country, state, club or school team or simply reaching your potential and having fun. ഇത് ആ വിഷൻ എന്ത് വേണമെങ്കിലും ആവാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യ കളിക്കണം എന്നാവാം, രഞ്ജി ട്രോഫി കളിക്കണം എന്നാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ടീമിൽ കളിക്കണം എന്നാവാം, സ്റ്റേറ്റിന് വേണ്ടി കളിക്കുന്നതാണ്, എന്ത് വേണമെങ്കിലും ആവാം. അല്ലെങ്കിൽ നിങ്ങളുടെ കളിയുടെ ഏറ്റവും നല്ലൊരു എന്താണ് വേർഷൻ പുറത്തു കൊണ്ടുവരാന്നുള്ളതാവും. അത് എന്ത് വേണമെങ്കിലും ആവാം. അത് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിഫറെന്റ് ആയിരിക്കും. ബട്ട് യു ഷുഡ് ഹാവ് എ വിഷൻ. ഗോൾ സെറ്റിംഗ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് സ്കിൽ ഫോർ ഡെവലപ്പിംഗ് യുവർ വിഷൻ. ഈ ഗോൾ സെറ്റിംഗ് കൊണ്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു തോട്ട്സ് അല്ലെങ്കിൽ ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു വിഷൻ നിങ്ങൾക്ക് കിട്ടും. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ട്രെയിൻ ടണലിന്റെ അകത്തൂടെ പോകുമ്പോൾ അറ്റത്ത് ആ ടണലിലെ വെളിച്ചം കാണുന്ന പോലെ ടണൽ വിഷൻ ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ ലക്ഷ്യം മാത്രമേ നമ്മൾ മുന്നിൽ കാണുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വിഷൻ വേണം. അപ്പൊ ഇത് അടുത്ത സ്ലൈഡിൽ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഇപ്പം ഈ താജ്മഹൽ എത്ര പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്? അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ എത്ര പ്രാവശ്യം ഉണ്ടായി കാണും?
ഇപ്പൊ നമ്മളെ മനസ്സിൽ അത് ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഒന്ന് ആലോചിക്കുക, അത് ഉണ്ടാക്കുന്ന ആളുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവണം. ആ മനസ്സിലാണ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് ആദ്യം അല്ലെങ്കിൽ വിഷൻ ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് അത് ബിൽഡ് ചെയ്ത് എടുക്കുന്നത്. എല്ലാ ബിൽഡിങ് നമ്മൾ മനുഷ്യനുണ്ടാക്കിയത് എല്ലാ കാര്യങ്ങളും ആദ്യം മനസ്സിലുണ്ടാവും, അതിനുശേഷമാണ് അത് റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ ഡ്രീം, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവണം. അതിനുശേഷം അത് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ അത് റിയാലിറ്റി ആക്കി മാറ്റാനുള്ള ചാൻസസ് അധികമാണ്. സോ ഫസ്റ്റ് ഹാവ് എ ക്ലിയർ വിഷൻ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പ്ലെയർ ആണ്. My first bat was shaped of a coconut branch, and from that day all I wanted to do was to be a cricketer. ബ്രയൻ ലാറ ആദ്യം അയാൾക്ക് കിട്ടിയത് ഒരു മടൽ കൊണ്ടുള്ള ബാറ്റാണ്. പക്ഷെ അത് അന്ന് മുതൽ അയാളുടെ മനസ്സിൽ അയാൾക്ക് വലിയൊരു ക്രിക്കറ്റർ ആവണം എന്നുള്ളതാണ് ആഗ്രഹം. സോ അപ്പൊ ആ ചെറിയ പ്രായം മുതൽ അയാൾക്ക് ഒരു വിഷനും ഒരു ഗോളും ഉണ്ട്. അപ്പൊ അത് അൾട്ടിമേറ്റ്ലി അയാളുടെ ലൈഫിൽ അദ്ദേഹം അച്ചീവ് ചെയ്യുകയും ചെയ്തു. അപ്പൊ നിങ്ങളും അതുപോലെ ഒരു ക്ലിയർ കട്ട് ഒരു വിഷൻ ഉണ്ടാക്കിയെടുക്കുക. ദെൻ സാക്രിഫൈസ്. ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ നിങ്ങൾക്ക് അറിയാം, മിസ്റ്റർ ജയ്സ്വാൾ ആണ്. അയാള് അണ്ടർ-19 ഇന്ത്യ കളിച്ചു, അയാള് സെഞ്ചുറി ഒക്കെ അടിച്ചു, വേൾഡ് കപ്പ് കളിച്ച് അതില് മാൻ ഓഫ് ദ മാച്ച് അവാർഡൊക്കെ മേടിച്ചു. അയാള് മുംബൈയില് പാനിപൂരി, അതായത് റോഡ് സൈഡില് പാനിപൂരി വിറ്റിരുന്ന ഒരു പയ്യനായിരുന്നു. അയാളുടെ ഡെഡിക്കേഷനും അയാളുടെ സാക്രിഫൈസും ഹാർഡ് വർക്കും എല്ലാം കൊണ്ട് അയാളുടെ പൊട്ടൻഷ്യലിന്റെ മാക്സിമം എത്തി. അയാൾ ഇന്ത്യ റെപ്രസെന്റ് ചെയ്തു, ഇന്ത്യക്ക് വേണ്ടി പെർഫോം ചെയ്തു. അയാള് മാൻ ഓഫ് ദ മാച്ച് ട്രോഫി വാങ്ങിച്ചു. അപ്പം ഇതെല്ലാം വ്യക്തമാക്കുന്ന നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് വിഷൻ ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് സാക്രിഫൈസും ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്ത ഒന്നുമില്ല. അദ്ദേഹം അതിന് ക്ലിയർ ഒരു എക്സാമ്പിൾ ആണ്. When choosing your goals, there are decisions to be made regarding the time and energy that you invest in your game. അപ്പോ നിങ്ങളുടെ കളിക്ക് കൂടുതൽ സമയം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ഡെവലപ്മെന്റ് കൊണ്ടുവരണം, കൂടുതൽ അച്ചീവ്മെന്റ് കൊണ്ടുവരണം, നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ അതിന് വേറെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. മേ ബി കുറച്ച് നിങ്ങൾ ചിലപ്പോൾ മൂവീസ് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മൊബൈൽ ഗെയിംസ് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഫാമിലി ആയിട്ട് എന്തെങ്കിലും കറങ്ങാൻ പോകാനോ ഫ്രണ്ട്സുമായിട്ട് ചുറ്റിക്കറങ്ങാൻ പോകാനോ ഒക്കെ താല്പര്യമുള്ളവരായിരിക്കും. പക്ഷെ വൺസ് നിങ്ങളുടെ ഗോൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചൊക്കെ ഇതൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ബിക്കോസ് ഇതിന് കുറച്ച് സമയം കൊടുക്കണം. സമയം കൊടുത്തെങ്കിൽ മാത്രമേ അതിൽ കൂടുതൽ നമുക്ക് ഡെവലപ്മെന്റും വർക്കും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് നിങ്ങൾ എടുക്കാൻ കേപ്പബിൾ ആയിരിക്കണം. Each time you make a decision to allocate time or energy to your game, you will be sacrificing something else. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി വേറെ കുറച്ച് കാര്യങ്ങൾ മാറ്റി വെക്കുകയാണ്. കാരണം എന്റെ പ്രയോറിറ്റി ഇതാണ്, എനിക്ക് ഇത് നേടണം, അല്ലെങ്കിൽ എനിക്ക് ഇത് അച്ചീവ് ചെയ്യണം, എനിക്ക് ഈ ഗോള് അല്ലെങ്കിൽ ഈ ഡ്രീം എനിക്ക് റിയാലിറ്റിയാക്കി മാറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് നിങ്ങൾ എടുക്കേണ്ടി വരും. Sacrifice. The level you reach as a player may well up being determined by the number and type of sacrifices you are prepared to make. എത്ര സാക്രിഫൈസുകളും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സാക്രിഫൈസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. എത്ര സാക്രിഫൈസുകൾ. ഇത് നമ്മള് മേ ബി നിങ്ങളുടെ ബാറ്റിംഗിൽ ഡെവലപ്പ് ചെയ്യണം, നിങ്ങളുടെ ഒരു ഡ്രൈവ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സ്ട്രോക്ക് ഡെവലപ്പ് ചെയ്യണം. അപ്പൊ അതിന് എന്തുമാത്രം നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. മേ ബി 1 മാസം കൊണ്ട് നടക്കും, ചിലപ്പോൾ 2 മാസം എടുക്കുമായിരിക്കും. അത്രയും സമയം നമ്മൾ വേറെ ഒരു കുറച്ച് കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. കാരണം വൈകിട്ട് ആ പ്രാക്ടീസ് ചെയ്യുന്ന സമയങ്ങളിൽ ആ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സമയങ്ങളിൽ നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുകയാണ്. അപ്പം ആ നമ്പർ ഓഫ് സാക്രിഫൈസുകൾ പിന്നെ ഏത് രീതിയിലുള്ളതാണ്. നിങ്ങൾക്ക് സിനിമ കാണണോ, അല്ലെങ്കിൽ ടിവിയിലെ പ്രോഗ്രാം കാണണോ, അല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ഗെയിംസ് കളിക്കണോ, അതോ നിങ്ങളുടെ കളിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബാറ്റിങ്ങിലോ ബൗളിങ്ങിലോ ഓർ വിക്കറ്റ് കീപ്പിംഗ് ഓർ ഫീൽഡിംഗ്, ഇതിൽ ഏതാണ് വർക്ക് ചെയ്യേണ്ടത്, ഏതാണ് നിങ്ങളുടെ പ്രയോറിറ്റി. അപ്പൊ അതിന് നിങ്ങൾ ഒരു കാര്യം നേടാൻ വേണ്ടി വേറൊരു കാര്യം നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് നിങ്ങളോടുള്ള ചോദ്യമാണ്, വാട്ട് സാക്രിഫൈസസ് ഡു യു മേക്ക് ടു ട്രെയിൻ ആൻഡ് പ്ലേ ആൻഡ് യുവർ കറന്റ് ലെവൽ ഓഫ് ക്രിക്കറ്റ്. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ കളിക്കാൻ നിങ്ങൾ ഏത് രീതിയിലുള്ള സാക്രിഫൈസുകൾ ചെയ്യാൻ തയ്യാറാണ്, എന്ത് രീതിയിലുള്ള സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്, അത് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ. അതായത് നമ്മൾ കുറച്ച്
പെയിൻ എടുത്തെങ്കിൽ മാത്രമേ എന്തും നമ്മളെ ലൈഫിൽ നേടാൻ കഴിയുള്ളൂ. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സാക്രിഫൈസുകളുടെ കാര്യം. സോ അത് ആസ് എ ഒരു നല്ലൊരു ക്രിക്കറ്റർ ഉള്ള നിങ്ങളുടെ ഈ പ്രയാണത്തിൽ ഇത് ആവശ്യമാണ്. ഇത് നിങ്ങളുടെ എല്ലാവരും പ്രിയപ്പെട്ട വിരാട് കോഹ്ലിയുടെ സ്റ്റോറി തന്നെയാണ്. ഐ ഡിലേഡ് മൈ ഫാദേഴ്സ് ഫിനറൽ ബിക്കോസ് ഓഫ് മൈ ക്രിക്കറ്റ്. ബിക്കോസ് അയാള് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഫാദർ മരിച്ചുപോയി. ആ മാച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഫാദറിനെ അന്തിമ ഈ ചടങ്ങുകളിലൊക്കെ അയാള് പങ്കെടുക്കാൻ തന്നെ പോയത് തന്നെ. അപ്പൊ അത്രത്തോളം അയാള് കമ്മിറ്റ്മെന്റും സാക്രിഫൈസും അയാള് ക്രിക്കറ്റിന് വേണ്ടി ചേരുന്നു. അപ്പൊ അത്രത്തോളം മെന്റലി സ്ട്രോങ്ങും ടഫും ആണെങ്കിൽ മാത്രമേ ആ ഒരു ലൈഫ് ഉണ്ടാക്കിയ ആ സാഹചര്യത്തിൽ അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത്രത്തോളം സാക്രിഫൈസുകളും കമ്മിറ്റ്മെന്റ് കാണിക്കണം. അടുത്ത ഒരു പ്ലെയറിന്റെ ചിത്രമാണ്. അദ്ദേഹം ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ആയിരുന്നു. അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്നാണ് വന്നത്. അയാളുടെ ഗ്രാമത്തിൽ നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ ദൂരെയാണ് അയാളുടെ പ്രാക്ടീസും സ്കൂളിംഗ് ഒക്കെ നടന്നത്. അയാളുടെ പേര് പ്രീതം എന്നാണ്. അപ്പോ അയാളുടെ 10ാമത്തെ വയസ്സ് തന്നെ അയാളുടെ അമ്മ മരിച്ചുപോയി. അപ്പൊ അയാളുടെ ഫാദറാണ് അയാളെ ഒരുപാട് കളിയിലോട്ട് പ്രൊമോട്ട് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത്. അയാൾക്ക് സ്ഥിരമായിട്ട് അത്ര ജോലിയൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് കൂലിവേലയും അല്ലെങ്കിൽ അയാൾ ചെയ്യാത്ത ജോലികളൊന്നുമില്ല. അത് മകനെ ജസ്റ്റ് ഒരു ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാനും നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാനും വേണ്ടിയിട്ടുള്ള കഷ്ടപ്പെടലായിരുന്നു അയാളുടെ. അപ്പൊ എവറിഡേ ഈ മകനെയും കൊണ്ട് 25 കിലോമീറ്റർ അയാള് സൈക്കിൾ ചെയ്ത് പോവും. മകനെ സ്കൂളിലാവും. അവിടുത്തെ പ്രാക്ടീസ് കഴിഞ്ഞ് വൈകിട്ട് വീണ്ടും വിളിച്ചോണ്ട് വരികയാണ് ചെയ്യുക. അപ്പം അയാളുടെ അവാർഡ് വാങ്ങിച്ചതിന് ശേഷം, അതായത് മാൻ ഓഫ് ദ മാച്ച് അവാർഡ് വാങ്ങിക്കുമ്പോഴും അയാൾ ഫാദറിനെ ഓർക്കുകയാണ്. കാരണം അത്രത്തോളം ഫാദറിന് എന്നെ പ്രാക്ടീസ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ എന്നെ പഠിപ്പിക്കാനുള്ള കാശില്ല, പക്ഷെ അദ്ദേഹം കഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാനും എന്റെ ഗോളിൽ ഞാൻ ഉറച്ചു നിന്നു. ഇന്ന് ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു, ഇന്ത്യ ലീഡ് ചെയ്തു. ഇന്ന് നിങ്ങളുടെ മുമ്പ് നിൽക്കുകയാണ് ഈ ട്രോഫി കൊണ്ട്. അപ്പം അദ്ദേഹം ആ കമ്മിറ്റ്മെന്റ്, ഇത്രയും വർഷത്തെ അധ്വാനവും കമ്മിറ്റ്മെന്റും ഒക്കെ കാണിച്ചു. അദ്ദേഹത്തിന് ആ അൾട്ടിമേറ്റ് ഗോള് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു. സോ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം, കമ്മിറ്റ്മെന്റ് ആൻഡ് സാക്രിഫൈസ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് ആൻഡ് ഇറ്റ് ഈസ് എ കീ ആട്രിബ്യൂട്ട് ഫോർ എനി ടോപ്പ് പെർഫോമർ. നിങ്ങൾ ഇപ്പം നിങ്ങളുടെ സീനിയർ ക്രിക്കറ്റേഴ്സിനെയൊക്കെ ഒന്ന് അസസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒന്ന് അവരുടെ വർക്ക് എത്തിക്കാണ്. അവരെങ്ങനെയാണ് അവരുടെ പ്രാക്ടീസ് സെഷൻ നോക്കുന്നത്, അവരുടെ ഫിറ്റ്നസ് എങ്ങനെ നോക്കുന്നു, ഹൗ ദേ ലുക്ക് ആഫ്റ്റർ ദ ഫുഡ്, അവരെങ്ങനെ അവരുടെ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ അല്ലെ ഹൈഡ്രേഷൻ നോക്കുന്നു, അവരെ ജനറലായിട്ട് അവർ എങ്ങനെയാണ് അവരെ മാനേജ് ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇതെല്ലാം അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഈ ഗോൾ സെറ്റിങ്ങും അല്ലെങ്കിൽ പെർപ്പസ് അവർക്ക് ലൈഫിൽ ഉണ്ടായതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. അപ്പം നിങ്ങളും ആസ് ബഡിങ് ക്രിക്കറ്റേഴ്സ് ഇതുപോലെ പ്രോപ്പറായിട്ടുള്ള ഒരു വിഷനും പിന്നെ സാക്രിഫൈസുകളും ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളും നാളെ അവിടെ എത്താനുള്ള ഒരു പ്രോസസ്സിലോട്ട് ആയി കഴിഞ്ഞു. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഇത് നമ്മൾ ഇന്ന് ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ കമ്മിറ്റ്മെന്റ് ആവശ്യമാണ്. The vast majority of top performers reach their vision goal through hard work and not just talent. നിങ്ങൾ ഇപ്പൊ അക്കാഡമീസിൽ നിങ്ങൾ ഒരുപാട് പ്ലേയേഴ്സിനെ കാണുന്നുണ്ട്. സോ അവിടെ നമ്മൾ KCL എടുക്കുന്ന എല്ലാ പ്ലേയേഴ്സും ടാലന്റ് ഉള്ള പ്ലേയേഴ്സിനെ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ അക്കാഡമി വരുമ്പോൾ തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും ടാലന്റ് ഉണ്ട്. പക്ഷേ ഇതിൽ എത്ര പേരാണ് ആ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തുന്നത്? ആ എത്തുന്ന പ്ലേയേഴ്സിൽ എന്താണ് വ്യത്യാസം? ഇപ്പൊ ഇവിടെ ഇത് പറയുമ്പോൾ ഞാൻ സൽമാൻ നിസാറിന്റെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം. സൽമാൻ നിസാർ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ഇപ്പം രഞ്ജി ട്രോഫിയിലെ ഒരു പ്രോമിനന്റ് പ്ലെയർ ആണ്. അപ്പൊ അയാള് 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് അക്കാഡമിയിൽ വന്നത്. അപ്പൊ അയാള് ഒരു 7th 8th ഒക്കെ ആവുമ്പോൾ തന്നെ സൽമാനോട് ചോദിക്കുമ്പോൾ രഞ്ജി ട്രോഫി കളിക്കുമ്പോൾ he will reply in a very strong way. പറഞ്ഞു എന്തായാലും ഞാൻ രഞ്ജി ട്രോഫി ഞാൻ കളിക്കും അങ്ങനെ ഉറപ്പോടെ പറയുകയാണ്. അപ്പൊ അത്ര ചെറിയ പ്രായത്തിൽ നിന്ന് സൽമാൻ ആ ഉറപ്പുണ്ട്. ഹി ഹാസ് എ ക്ലിയർ വിഷൻ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആണ്. കാരണം അക്കാഡമിയിൽ ഒരുപാട് പ്ലേയേഴ്സ് രഞ്ജി ട്രോഫി കളിച്ചിട്ടില്ല. സേ പറഞ്ഞാൽ ഒരു 7 to 8 പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ട്. പക്ഷെ എത്രയോ പ്ലേയേഴ്സ് വന്നുപോയി. അവരെല്ലാവരും ടാലന്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് കുറച്ച് പേര് മാത്രം അവിടെ എത്തിയുള്ളൂ? ബിക്കോസ് അവർക്ക് പ്രോപ്പറായിട്ടുള്ള വിഷൻ, ദേ ആർ വില്ലിംഗ് ടു ടേക്ക് സാക്രിഫൈസസ് ആൻഡ് ദേ ആർ വെരി മച്ച് കമ്മിറ്റഡ്.
അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ ലക്ഷ്യം അച്ചീവ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ അതുകൊണ്ട് ടാലന്റ് മാത്രം കാര്യമില്ല, അതിന്റെ പിന്നിൽ ആ ടാലന്റ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അതെങ്ങനെ എത്രമാത്രം നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മളെ ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ്. ദ വേ യു തിങ്ക് അബൌട്ട് യുവർ ഗെയിം, നിങ്ങളുടെ കളിയോടുള്ള നിങ്ങളുടെ സമീപനം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാക്ടീസ്, നിങ്ങളുടെ ഫിറ്റ്നസ്, ഇതിലോട്ടുള്ള നിങ്ങളുടെ സമീപനം എന്താണ്, അതിനോടുള്ള നിങ്ങളുടെ ചിന്താഗതി എന്താണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ടാലന്റ് ഒരു മാത്രം പോരാ, ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനും ഒക്കെ അത്യാവശ്യം തന്നെയാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ എത്തത്തുള്ളൂ. So again, Sachin's quote ആണ് ഇവിടെ, cricket is my life and I love playing the game. I firmly believe that if you love towards something is genuine, then it increases your commitment to it. നിങ്ങൾക്ക് നിങ്ങളുടെ ചെയ്യുന്ന ലൈഫിൽ ഏത് കാര്യമാണെങ്കിലും അതിന് ജെന്യുവൻ ആയിട്ടുള്ള ഒരു ലവ് ഉണ്ടെങ്കിൽ അതിനോടുള്ള കമ്മിറ്റ്മെന്റ് കുറച്ചുകൂടെ അധികമായിരിക്കും, അല്ലെങ്കിൽ മെച്ചമായിരിക്കും. അതുപോലെ തന്നെ സച്ചിൻ അയാളുടെ കളി അത്രത്തോളം സ്നേഹിച്ചിരുന്നു, അത്ര ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹം, അയാൾ ക്രിക്കറ്റ് കളിക്കാൻ അയാൾ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പം അതിനോടുള്ള കമ്മിറ്റ്മെന്റ് വേറെയായിരുന്നു. ഓക്കെ, സോ അപ്പം നിങ്ങളെ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം അത്രത്തോളം ഇഷ്ടപ്പെട്ട് ചെയ്യുക. അത്രത്തോളം ഇത് ഫിറ്റ്നസ് ആണെങ്കിലും നിങ്ങളുടെ പ്രാക്ടീസ് സെഷൻസ് ആണെങ്കിലും അത് ഇഷ്ടപ്പെട്ട് ചെയ്യുക. ഈവൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡയറി മെയിൻറ്റെയിൻ ചെയ്യണം, എവറി ഡേ യു ഹാവ് ടു അസസ് യുവർ സെൽഫ്. ഇതെല്ലാം നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനോട് കാണിക്കുന്ന അറ്റാച്ച്മെന്റും കമ്മിറ്റ്മെന്റും ഒക്കെ വേറെ ആയിരിക്കും. അടുത്തത് ഗോൾ സെറ്റിങ്ങിന്റെ ബെനിഫിറ്റ്. എന്തിന് ഗോൾ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്നുള്ളതാണ്. ഒന്ന്, സ്ട്രോങ് മോട്ടിവേഷൻ. കാരണം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കും, നമ്മളൊരു ലൈഫിൽ ഒരു എക്സാമോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ മനസ്സ് ഉറപ്പിക്കുമ്പോൾ നമ്മൾ ഫുൾ ടൈം അതിൽ തന്നെയായിരിക്കും, അതിൽ മുഴുകിയിരിക്കും. പരീക്ഷയ്ക്ക് പഠിക്കുകയാണെങ്കിൽ ഫുൾ ടൈം അതിൽ മുഴുകിയിരിക്കും. കാരണം വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യണം എന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ഫുള്ളി ഇൻവോൾവ് ആയിരിക്കും. അപ്പം ഗോൾ സെറ്റിംഗ് കൊണ്ട് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള മോട്ടിവേഷൻ, നിങ്ങൾക്ക് ആരുടെ സഹായം വേണ്ടിയില്ല. കാരണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോട്ട്സ് വരും, എനിക്ക് ഇത് ചെയ്തു തീർക്കണം, അല്ലെങ്കിൽ എന്റെ കളിയുടെ ഈ ഭാഗത്ത് ഇന്ന സ്ഥലത്ത് എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യേണ്ടതുണ്ട്, എന്റെ കളി കുറച്ചുകൂടെ മെച്ചമാക്കണം, കഴിഞ്ഞ സീസണെക്കാളും ഈ സീസൺ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കൊണ്ടുവരണം, എന്റെ ആവറേജ് മാറ്റണം, എന്റെ സ്ട്രൈക്ക് റേറ്റ് മാറ്റണം, അല്ലെങ്കിൽ എന്റെ ഫിറ്റ്നസ്സിൽ കഴിഞ്ഞ കൊല്ലത്തെക്കാളിലും ബെറ്റർ ആയിട്ടുള്ള എന്റെ സ്പീഡ്, സ്ട്രെങ്ത്, ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാവണം. അപ്പൊ ഇതൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള മോട്ടിവേഷൻ ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. രാവിലെ 5:30 കഴിച്ച് റെഡിയായി ഒരു 6 മണിക്കൊക്കെ ആകുമ്പോൾ ഗ്രൗണ്ടിൽ എത്തണമെങ്കിൽ അത്ര എളുപ്പമല്ല. കാരണം വെച്ചാൽ രാവിലെ കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും സുഖമുള്ള കാര്യം. പക്ഷെ അത് വേണ്ടാന്ന് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകണമെങ്കിൽ അതിനൊരു സ്ട്രോങ് മോട്ടിവേഷൻ വേണം. ആ സ്ട്രോങ് മോട്ടിവേഷനാണ് ആ രാവിലെ എഴുതിച്ച് ഇത്രയും ദിവസങ്ങളിൽ ആ രാവിലത്തെ ഉറക്കം കളഞ്ഞിട്ട് എഴുതിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നതിൽ അതിനൊരു അർത്ഥം ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ ആ സ്ട്രോങ് മോട്ടിവേഷൻ, എനിക്ക് എന്തെങ്കിലും നേടണം എന്നുള്ള സ്ട്രോങ് മോട്ടിവേഷൻ. രണ്ടാമത്, ക്ലിയർ പ്ലാനിങ്. നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കളി മെച്ചമാക്കണമെന്ന്, പക്ഷെ എനിക്ക് ക്ലാരിറ്റി ഇല്ല. എന്ത് ചെയ്താൽ ഞാൻ ബെറ്റർ ആവും, എന്റെ കളിയിൽ ഏത് ഭാഗത്ത് ഞാൻ വർക്ക് ചെയ്യണം, എവിടെയാണ്, എന്റെ ഫിറ്റ്നസ്സിലാണോ, എന്റെ മെന്റൽ സ്കിൽസിലാണോ, ഓർ എന്റെ ടെക്നിക്കാണോ, അതോ എന്റെ സ്കില്ലാണോ, ഏത് ഭാഗത്തിലാണ് ഞാൻ വർക്ക് ചെയ്യണ്ടേ. അപ്പോ ഈ ഗോൾ സെറ്റിംഗ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി തരും, ക്ലിയർ പ്ലാനിങ്. എനിക്ക് ഇന്ന കാര്യം പോയി ചെയ്താൽ മതി, എന്റെ കളിയിൽ മെച്ചം ഉണ്ടാവും. സോ ഇറ്റ് ഗീവ്സ് ക്ലാരിറ്റി ഇൻ പ്ലാനിങ് ആൻഡ് എൻഷുവേഴ്സ് ഡിസിപ്ലിൻ. നമ്മളെല്ലാവരും പറയാറുണ്ട് ഡിസിപ്ലിൻ വേണം. ഈ ഡിസിപ്ലിൻ എവിടെയായിരിക്കുന്നത്? നമ്മള് രാവിലെ സമയത്തിന് എഴുന്നേൽക്കുന്നതിലാണോ ഡിസിപ്ലിൻ, ഓർ നമ്മൾ ഡ്രസ് ചെയ്യുന്നതിലാണോ ഡിസിപ്ലിൻ, ഓർ നമ്മള് കോച്ചസിനോടുള്ള ബിഹേവിയറിലാണ് ഡിസിപ്ലിൻ, അല്ലെങ്കിൽ നമ്മുടെ ടീംമേറ്റ്സിനോട് കാണിക്കുന്നതാണ് ഡിസിപ്ലിൻ അവിടെ ഒന്നുമല്ല. ഡിസിപ്ലിൻ ഇരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ ചിന്തകളിലാണ് ഡിസിപ്ലിൻ വരേണ്ടത്. നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾക്ക് എത്രമാത്രം ഡിസിപ്ലിൻ ഉണ്ടോ അത്രയും നിങ്ങളുടെ പെരുമാറ്റത്തിലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ആ മാറ്റം ഉണ്ടാവും. സോ ഡിസിപ്ലിൻ മനസ്സിലാ വരേണ്ടത്. അപ്പൊ അതും ഈ ഗോൾ സെറ്റിംഗ് കൊണ്ട് നിങ്ങളുടെ മനസ്സിലെ ഈ തോട്ട്സുകളെ, നിങ്ങളുടെ ചിന്ത ഒരു പർപ്പസ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ കൊടുക്കും. അപ്പൊ നിങ്ങളുടെ പെരുമാറ്റവും ചിന്താഗതിയും എല്ലാം അതിന് നേരെയായിരിക്കും. അപ്പോ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ, നിങ്ങളുടെ സീനിയർ ക്രിക്കറ്റേഴ്സിന് ഉണ്ടാകുന്ന ആ ബിഹേവിയറും കമ്മിറ്റ്മെന്റും ഒക്കെ ബിക്കോസ് ഓഫ് ആ ഒരു പേർപ്പസ് ആണ്, ആ ഒരു
ക്ലിയർ കട്ട് വിഷൻ ആണ്. സോ അത് ഗോൾ സെറ്റിംഗിന്റെ ഒരു പ്രയോജനം അതാണ്, എൻഷുവേഴ്സ് ഡിസിപ്ലിൻ. നിങ്ങളുടെ പ്രവൃത്തിയും പെരുമാറ്റത്തിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ. ഇതെല്ലാം നിങ്ങളെ ലീഡ് ചെയ്യുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ടാണ്. ബെറ്റർ ഫോക്കസ്ഡ്. അപ്പൊ ഇവിടെ നിങ്ങളുടെ ഏജിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. ഈ ഗോൾ സെറ്റിംഗ് കൊണ്ട് നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങൾക്ക് എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. എനിക്ക് ഇന്നതാണ് ലൈഫിൽ വേണ്ടത്, ഇന്നതെന്ന് അത്ര ഇമ്പോർട്ടന്റ് അല്ല. സോ ആ പ്രയോറിറ്റി നിങ്ങൾക്ക് ഇത് കാണിച്ചു തരും. സോ സ്ട്രോങ് മോട്ടിവേഷനും ഒക്കെ നിങ്ങളെ ഈ ഗോൾ സെറ്റിംഗ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ബെറ്റർ ഫോക്കസ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇന്നൊരു കാര്യം മാത്രം ഞാൻ ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ എന്റെ ഫിറ്റ്നസിൽ ഈ ഒരു ആസ്പെക്ട് മാത്രം ഞാൻ ഡെവലപ്പ് ചെയ്താൽ മതി. അങ്ങനെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഫോക്കസ് നിങ്ങൾക്ക് തരും. സോ ഇറ്റ് ഓൾ ലീഡ്സ് ടു ബെറ്റർ പെർഫോമൻസ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ പെർഫോം ചെയ്യാൻ ബെറ്റർ ആയിട്ട്, ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ മാക്സിമം ആയിട്ടും നിങ്ങളെ പെർഫോം ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഗോൾ സെറ്റിംഗ് കൊണ്ടുള്ള ബെനിഫിറ്റ് അതിൽ ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഗോൾ സെറ്റിംഗ് തന്നെ പല രീതിയിലുണ്ട്, പല ഗോൾ സെറ്റിംഗിലുണ്ട്. അപ്പൊ അത് കുറച്ചായിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു പോവാം. അപ്പൊ നിങ്ങൾ ഇനി ശ്രദ്ധിച്ചിരിക്കുക, പ്രോസസ് വേഴ്സസ് ഔട്ട്കം ഗോൾസ്. മിക്കവാറും നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ നിങ്ങളുടെ സീനിയേഴ്സ് ഒരു അണ്ടർ 23 ഒക്കെ കളിക്കുന്ന കുട്ടികളാണെങ്കിലും അവര് മിക്കവാറും ഈ പ്രോസസ് വേഴ്സസ് ഔട്ട്കം ഗോൾസ്, അതിൽ ഈ ഔട്ട്കം ഗോളിലാണ് കൂടുതൽ ഇരിക്കുക. കാരണം വെച്ചാൽ നമ്മൾ എപ്പോഴും റിസൾട്ടിനെ പറ്റിയാ കൂടുതൽ ചെയ്യുന്നത്. എനിക്ക് സെലക്ഷൻ കിട്ടണം, എനിക്ക് ഡിസ്ട്രിക്റ്റിൽ നിന്ന് സോണിൽ കളിക്കണം, സോണിൽ നിന്ന് സ്റ്റേറ്റ് കളിക്കും. സോ ഒള്ളി നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ ഈ ഔട്ട്കം മാത്രമേ ഉള്ളൂ. അപ്പൊ റിസൾട്ടിനെ പറ്റി മാത്രമാണ് അപ്പോഴെപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്ത് ആ റിസൾട്ട് നേടാന്നുള്ള ഒരു ഐഡിയ അവർക്ക് ഒരു ധാരണയില്ല, അതിനൊരു ക്ലാരിറ്റി ഇല്ല. സോ അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഗോൾസ് അബൌട്ട് ദ അൾട്ടിമേറ്റ് റിസൾട്ട് മേ ബി സെറ്റ് ബട്ട് മസ്റ്റ് ബി ബാക്ക്ഡ് വിത്ത് ഗോൾസ് അബൌട്ട് ദ പ്രോസസ്, ഹൗ വി പ്ലേ ആൻഡ് പ്രിപ്പയർ. അപ്പോൾ നിങ്ങൾ ഔട്ട്കം ഗോൾ വേണം, പക്ഷേ അത് എങ്ങനെ നേടും, എന്ത് ചെയ്താൽ അത് എനിക്ക് കിട്ടും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് പ്രോസസ്സും ആവശ്യമാണ്. Setting only outcome goals could put undue pressure on the player's performance and upset his focus from the task on hand. അപ്പോൾ നിങ്ങളുടെ ഒരു മാച്ചിൽ പോകുമ്പോൾ എനിക്ക് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഇല്ല, അല്ലെങ്കിൽ എന്റെ ഒരു പ്രോസസ് ഗോൾ എന്ന് പറയാം, ഈ പ്രോസസ്സ് ചെയ്താൽ ഞാൻ സക്സസ്ഫുൾ ആവും. പക്ഷെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ 100 അടിക്കണം, നിങ്ങൾ സെലക്ഷൻ കിട്ടണമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ ചെയ്യേണ്ട കാര്യത്തിൽ നിങ്ങളുടെ മനസ്സ് മാറിപ്പോകും. ആ ഒരു പ്രസന്റ് മൂമെന്റിൽ നിങ്ങളുടെ മനസ്സ് ഫ്യൂച്ചറിലോട്ട് പോയി. അപ്പം എനിക്ക് ഇപ്പൊ ചെയ്യുന്ന ആ കാര്യത്തിലുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ് എന്റെ മനസ്സിൽ വരത്തില്ല. അപ്പം അത് നമ്മുടെ പുറത്ത് കൂടുതൽ പ്രഷർ ഉണ്ടാക്കുകയുള്ളൂ. സോ ഔട്ട്കം മാത്രം പോരാ, അതിനു വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യാനുണ്ട്. അപ്പൊ ഈ ബാക്കി നമ്മൾ സ്ലൈഡിലോട്ട് പോകുമ്പോൾ എങ്ങനെ മാച്ചിന് നിങ്ങൾക്ക് കൂടുതൽ പെർഫോമൻസ് കൊണ്ടുവരാം, എങ്ങനെ പ്രാക്ടീസ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇനി അടുത്ത നമ്മൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് ഔട്ട്കം ഉണ്ട്. അപ്പം ഔട്ട്കം എങ്ങനെ കിട്ടും എന്നുള്ള ഈ കുറച്ച് ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പൊ ഇതേ തന്നെയായിരിക്കും നമ്മളെല്ലാവരും നമ്മളോട് ചോദിക്കുന്നത്, വാട്ട് ഡു ഐ ഹാവ് ടു ഡു? അപ്പൊ ഇത് അച്ചീവ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം? ഹൗ ഐ ആം ഗോയിങ് ടു ഡു ഇറ്റ്? ഞാൻ ഇത് എങ്ങനെ ചെയ്യാൻ പോകുന്നത്? എനിക്ക് ബാറ്റിംഗ് ഇംപ്രൂവ് ചെയ്യണം. ഓക്കെ, അതിന് ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ അതിന് ഇന്നൊരു കാര്യമാണ് ചെയ്യേണ്ടത്. മേ ബി എന്റെ ബാക്ക് ലിഫ്റ്റ് അല്ലെങ്കിൽ എന്റെ കവർ ഡ്രൈവ് ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ സ്പിന്നേഴ്സിനെതിരെ കളിക്കണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹൗ ഐ ക്യാൻ മെഷർ ഇംപ്രൂവ്മെന്റ്? ഇതിൽ ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആയെന്ന് ഞാൻ എങ്ങനെ, എനിക്ക് ഒരു അളവുകോല് വേണ്ടേ? ഞാൻ ഇംപ്രൂവ്മെന്റ് ഉണ്ടായോ ഇല്ലയെന്ന് എനിക്ക് അറിയണ്ടേ? അപ്പൊ ആ വളർച്ച എന്നാ ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയണ്ടേ? കാരണം ഫോർ എക്സാമ്പിൾ ആലോചിച്ചു, ഇപ്പൊ ഒരു ലോങ് ജമ്പ് ചാടുകയാണ്, ഒരു അത്ലറ്റ് ലോങ് ജമ്പ് ചാടുകയാണ്, അയാള് 5 അടി ചാടിയിട്ടുണ്ടെന്നൊരു അയാൾക്കൊരു മെഷർമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ അതിൽ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ നോക്കത്തുള്ളൂ. അപ്പൊ അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ എന്താണ് വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒരു മെഷർ വേണം, ഒരു ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് അളക്കാൻ കഴിയണം. ഹു ക്യാൻ ഹെൽപ്പ് മീ അച്ചീവ് ദിസ് ഗോൾ? ഈ ലക്ഷ്യം നേടാൻ എന്നെ ആര് സഹായിക്കും? അതർ മീ എന്നെ വേറെ ആരെങ്കിലും സഹായിക്കുമോ? അഫ്കോഴ്സ് നിങ്ങളിപ്പോ അക്കാഡമിയിലെ നിങ്ങളെ കോച്ചസ് ഉണ്ട്, നിങ്ങളെ ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ ഒരു ഹെൽപ്പ് തേടാം. ഹൗ വിൽ ഐ നോ ഐ ഹാവ് അച്ചീവ്ഡ് ഇറ്റ്? ഇത് എനിക്ക് എങ്ങനെ അറിയാൻ കഴിയും ഇത് ഞാൻ നേടിയോ ഇല്ലെന്ന്? അപ്പോഴല്ലേ എനിക്കൊരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ഉള്ളൂ. ഞാൻ ഓക്കെ, ഞാൻ ഇത് നേടിക്കഴിഞ്ഞു.
എന്നൊരു ഫീലിംഗ് എനിക്ക് വേണ്ടേ. ഹൗ വിൽ ഐ പ്രിവെന്റ് മൈസെൽഫ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ലാസ്റ്റ് ഒരു സെന്റൻസ്, ഹൗ വിൽ ഐ പ്രിവെന്റ് മൈസെൽഫ് ഫ്രം അച്ചീവിങ് ദിസ് ഗോൾ, വാട്ട് എക്സ്ക്യൂസസ് വിൽ ഐ മേക്ക്. ഇത് നേടുന്നതിൽ നിന്ന് ഇത് നേടാത്തതിന് ഞാൻ എന്തൊക്കെ എക്സ്ക്യൂസുകൾ പറയും, എന്തൊക്കെ കാരണങ്ങളെ ഞാൻ നിരത്തും. ഇത് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഇത് നേടാത്തത്. അതും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേണം. കാരണം വെച്ചാല് ഒരു കാര്യം നേടാത്തതിന് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എക്സ്ക്യൂസുകൾ നിരത്തിയാൽ അത് അതിന് ഇതാവത്തില്ല, തുല്യമാവത്തില്ല. അത് ഒരു കാര്യം സെറ്റ് ചെയ്താൽ അത് നേടുക തന്നെ വേണം. അതിനുള്ള വഴികൾ നിങ്ങൾ തന്നെ കണ്ടെത്തണം. അപ്പൊ അതൊക്കെയാണ് നിങ്ങൾ ഈ ഗോൾ സെറ്റിംഗ് വഴി നിങ്ങളെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കുറച്ച് ടിപ്സ് ഇതൊക്കെയാണ്. യുവർ ഡ്രീം ഷുഡ് ബി ഓൺ യുവർ മൈൻഡ് എവറി ഡേ. നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അത് ഡയറിയിൽ എഴുതി വെച്ചാൽ ഡയറി അങ്ങ് ബാഗിന്റെ അകത്ത് സൂക്ഷിച്ചാൽ പോരാ, അത് എപ്പോഴും നിങ്ങളെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ എന്റെ ഈ ഒരു പർട്ടിക്കുലർ കാര്യമാണ് എനിക്ക് വേണ്ടത്, ഈ ഒരു പർട്ടിക്കുലർ ആസ്പെക്ട് ആണ് എനിക്ക് നേടേണ്ടത്, ഈ ഒരു ലക്ഷ്യമാണ് എനിക്ക് വേണ്ടത്. അപ്പൊ അതിനെ നിങ്ങൾ എപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു കാര്യം ആ ഒരു ഗോളിലോട്ട് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യും. നിങ്ങളുടെ തോട്ട് പ്രോസസ്സും നിങ്ങളുടെ ആക്ഷൻസ് എല്ലാം അതിനോട്ടായിരിക്കും. സോ അപ്പൊ നിങ്ങൾ അത്രത്തോളം സെൽഫ് മോട്ടിവേറ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ ത്രൂ ഔട്ട് ദ ഡേ നിങ്ങൾ അതിനെ പറ്റിയുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അത്രത്തോളം ഡ്രിവൺ ആയിരിക്കും നിങ്ങൾ. ഓക്കെ, ഇനി ഗോൾസ് സെറ്റ് ചെയ്യേണ്ട ഒരു പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ അതിനെ നമ്മൾ പറയുന്നത് സ്മാർട്ടർ ഗോൾ സെറ്റിംഗ് എന്നാണ്. സ്മാർട്ടറിന്റെ എക്സ്പാൻഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഏത് ഗോൾ സെറ്റ് ചെയ്താലും, മേ ബി ഇത് നിങ്ങളുടെ ഫിറ്റ്നസ് ആയിരിക്കാം, നിങ്ങളുടെ ടെക്നിക്ക് ആയിരിക്കാം, നിങ്ങളുടെ സ്കില്ലായിരിക്കാം, മെന്റൽ ആസ്പെക്ട് ആയിരിക്കാം, ഓർ നിങ്ങളുടെ ക്രിക്കറ്റ് ഇന്റലിജൻസ് ആയിരിക്കും. ഏത് ഗോൾ സെറ്റ് ചെയ്താലും ഈ ഒരു പ്രിൻസിപ്പിൾ എല്ലാം അതിന് ഒത്തുപോകണം. അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് നിന്നുകൊണ്ട് വേണം നിങ്ങൾ ആ ഗോള് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ സ്മാർട്ടറിന്റെ എക്സ്പാൻഷൻ പറയാം. ഫസ്റ്റ് ഇസ് യെസ്, ദ ഗോൾ ഷുഡ് ബി സ്പെസിഫിക്. സോ എന്റെ ഗോൾ സെറ്റിംഗ് സ്പെസിഫിക് ആയിരിക്കണം, ക്ലിയർ കട്ട് ആയിരിക്കണം. അതായത് ഇപ്പം ബാറ്റിംഗിൽ എന്റെ ഇംപ്രൂവ്മെന്റ് നടക്കണമെങ്കിൽ ബാറ്റിംഗിൽ ഞാൻ എവിടെ വെക്കണം? ഈസ് ഇറ്റ് ഓൺ മൈ ഗ്രിപ്പ്, ഓൺ മൈ ബാക്ക് ക്ലിപ്പ്, ഓർ മൈ സ്റ്റാൻഡ്സ്? സോ ഇറ്റ് ഈസ് സ്പെസിഫിക്. ഈസ് ഇറ്റ് മൈ എബിലിറ്റി ടു പ്ലേ അഗൈൻസ്റ്റ് സ്പിന്നേഴ്സ്? അപ്പൊ അത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിരിക്കണം. അപ്പൊ ക്ലിയർ ആയിട്ട് നിങ്ങൾ ആ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ആൻഡ് ഇറ്റ് ഷുഡ് ബി മെഷറബിൾ. അടുത്ത എം ആണ് മെഷറബിൾ. അത് നിങ്ങൾക്ക് അളക്കാൻ കഴിയണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളുടെ ടെക്നിക്ക് ബെറ്റർ ആയോന്ന് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ത്രൂ നിങ്ങളുടെ കോച്ചസിന്റെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ ടീംമേറ്റ്സിന്റെ ഫീഡ്ബാക്ക്, വീഡിയോ അനാലിസിന്റെ ഹെൽപ്പ് തേടാം. പിന്നെ നിങ്ങളുടെ ഫിറ്റ്നസ് ആസ്പെക്ട് ആണെങ്കിൽ ഫിറ്റ്നസ് ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ അസസ്മെന്റ്സ് നടത്തിയും നിങ്ങൾക്ക് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് മെഷർ ചെയ്യാൻ കഴിയും. സോ ഇറ്റ് ഷുഡ് ബി മെഷേർഡ്. നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എപ്പോഴും നിങ്ങൾക്ക് അളക്കാൻ കഴിയണം. അത് ഈ അളക്കാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഡയറി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മാസത്തെ നിങ്ങളുടെ ഗ്രോത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെവലപ്മെന്റ് നിങ്ങൾക്ക് അവിടെ അപ്പോഴും മെഷർ ചെയ്യാൻ കഴിയും. ഞാൻ മുമ്പ് നെറ്റ്സില് ഒരു 20 മിനിറ്റ് ബാറ്റ് ചെയ്തപ്പോ ഒരു 5-6 പ്രാവശ്യം ഞാൻ ഔട്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ 2 പ്രാവശ്യമൊക്കെ ഔട്ട് ആവുന്നുള്ളൂ. അത് തന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ്. മുമ്പ് എന്റെ ഹൈ ക്യാച്ചിങ് ഞാൻ ഒരുപാട് ഹൈ ക്യാച്ച് വിടുമായിരുന്നു. പക്ഷെ ഇപ്പോ 1 മാസം കഴിഞ്ഞ് ഇപ്പോ വളരെ ഫ്യൂ ക്യാച്ചസ് എന്റെ കയ്യിൽ നിന്ന് പോകാറുള്ളൂ. ദർ ഇസ് എ മെഷർമെന്റ്. അപ്പൊ നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്, ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. സോ അത് മെഷർമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ആ അറിവ് നിങ്ങൾക്ക് കോൺഫിഡൻസ് തരും, അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. സോ ഇറ്റ് ഷുഡ് ബി മെഷേർഡ്. നെക്സ്റ്റ് വൺ ഈസ് എ ഷുഡ് ബി എഗ്രീഡ്. ഇവിടെ എഗ്രീഡ് എന്ന് പറയുന്നത് നിങ്ങളും കോച്ചും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. കോച്ചും നിങ്ങളും തമ്മിൽ ഒരു ഡിസ്കസ് ചെയ്ത് വേണം ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മേ ബി നിങ്ങളുടെ ബാറ്റിങ്ങില് ഈ കാര്യം ആണ് എനിക്ക് ഡെവലപ്പ് ചെയ്യണമെന്ന് തോന്നും. പക്ഷെ കോച്ചിന് വീഡിയോ അനാലിസിന് ഹെൽപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് കാണുന്നൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ക്രിക്കറ്റ് കോച്ചാണ്. അപ്പം അദ്ദേഹം പറയും, ഓക്കെ നീ ഇന്ന കാര്യമാണ് കുറച്ചുകൂടെ ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന കാര്യം നീ ചെയ്താൽ നിന്റെ കളിയിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ കോച്ചിന്റെ ഒരു കോപ്പറേഷൻ അവിടെ ആവശ്യമാണ്. അല്ലെങ്കിൽ ട്രെയിനറുടെ സംസാരിക്കാൻ ട്രെയിനർ ഉണ്ടെങ്കിൽ ഓക്കെ എന്റെ ഫിറ്റ്നസ്സിൽ എനിക്ക് കുറച്ചുകൂടെ ഹിറ്റിംഗ് പവർ വേണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ബാലൻസ് വേണം. മേ ബി പുള്ളി കൂടുതൽ ഇൻപുട്സ് നിങ്ങൾക്ക് തരും. നിങ്ങളുടെ കോർ വർക്കൗട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബേസിൽ വർക്ക് ചെയ്യാനോ
വാട്ട് എവർ, അത് അദ്ദേഹത്തിന് ഡിസ്കസ് ചെയ്ത് അദ്ദേഹത്തിന് കൂടുതൽ ഇൻപുട്സ് തരാൻ കഴിയും. സോ അവിടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള കോച്ചോ അല്ലെങ്കിൽ ട്രെയിനറിന്റെ അടുത്തോ അത് സംസാരിച്ച് ഒരു എഗ്രീഡ് ആയിട്ടുള്ള രീതിയിൽ വേണം ചെയ്യാൻ. ആൻഡ് ഇറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക്. റിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ ഈ കളിക്കുന്ന എല്ലാ മാച്ചിലും ഞാൻ 10 വിക്കറ്റ് എടുക്കും, അല്ലെങ്കിൽ എല്ലാ മാച്ചും ഞാൻ 100 അടിക്കും. അറ്റ് പ്രസന്റ് അത് അത്ര റിയലിസ്റ്റിക് അല്ല. സോ അപ്പം നിങ്ങൾക്ക് ആ റിയലിസ്റ്റിക് എന്താണെന്നൊരു ബോധമുണ്ട്. മേ ബി ഈ ഒരു സീസൺ ഒരു 2 സെഞ്ചുറി അല്ലെങ്കിൽ 3 സെഞ്ചുറി ഐ ക്യാൻ സ്കോർ, അത് കുറച്ച് റിയലിസ്റ്റിക് ആണ്. അല്ലെങ്കിൽ ഒരു 5-6 50s എനിക്ക് സ്കോർ ചെയ്യാം, മോർ റിയലിസ്റ്റിക്. ഞാൻ ഈ ഒരു വർഷത്തിനകത്ത് തന്നെ ഞാൻ സീനിയർ ഇന്ത്യ കളിക്കും, ദാറ്റ് ഈസ് അത്ര റിയലിസ്റ്റിക് അല്ല. അതിനൊരു പ്രോസസ് ഉണ്ട്. നമ്മൾ ഗോൾസിന് വേറെ രീതിയും പറയാം, ഇറ്റ്സ് എ സ്റ്റെയർ കേസ്, ഒരു ലെവലിന് മുകളിൽ എത്താനുള്ള സ്റ്റേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം ഡിസ്ട്രിക്ട് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഡിസ്ട്രിക്ട് ടീമിൽ കളിക്കാനുള്ള എന്താണ് മെച്ചമുള്ള പ്ലെയർ ആകണം. അതിനുശേഷമാണ് നിങ്ങൾ സോൺ കളിക്കുന്നത്. സോൺ കളിച്ച് നിങ്ങൾ പെർഫോം ചെയ്യണം. സോൺ കളിച്ച് പെർഫോം ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ സ്റ്റേറ്റ് ക്യാമ്പിലോട്ട് കിട്ടുള്ളൂ. അവിടെ പെർഫോം ചെയ്യണം, അപ്പൊ മാത്രമേ നിങ്ങൾ സ്റ്റേറ്റ് ടീമിലോട്ട് കിട്ടുന്നുള്ളൂ. ഈ സ്റ്റേറ്റ് ടീമില് സർട്ടൺ നമ്പർ ഓഫ് മാച്ചസ് ഉണ്ട്. മേ ബി അണ്ടർ-19 ആണെങ്കിൽ 7 മാച്ച് ഉണ്ടാവും, അത് 4 ഡേ മാച്ചസ് ആണ്. ദെൻ 1 ഡേ മാച്ചസ് ഉണ്ടാവും. അപ്പൊ ഇതിലൊക്കെ പെർഫോം ചെയ്താലേ അടുത്ത നിങ്ങൾക്ക് അണ്ടർ-23 അല്ലെങ്കിൽ അണ്ടർ-19 സൗത്ത് സോൺ അവിടെയൊക്കെ കൺസിഡർ ചെയ്യുള്ളൂ. അത് അവിടെയും പോയി പെർഫോം ചെയ്ത് അവിടെയും മേ ബി സർട്ടൺ നമ്പർ ഓഫ് റൺസ് അല്ലെങ്കിൽ ഒരു സർട്ടൺ നമ്പർ ഓഫ് ആവറേജിൽ നിങ്ങൾ പെർഫോം ചെയ്യണം. നിങ്ങളുടെ പെർഫോമൻസിൽ ക്വാളിറ്റി ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ലെവലോട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുള്ളൂ. അപ്പം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം ഒറ്റയടിക്ക് ഇത് നേടിക്കളയാം എന്ന് വിചാരിച്ചാൽ അത് അത്ര ഒരു സെൻസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ ഇറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക്. ഒരു എക്സാമ്പിളോട് നോക്കോട്ട് ചെയ്യാം. ഇപ്പം എന്റെ സ്പീഡ് എനിക്ക് ഡെവലപ്പ് ചെയ്യണം, റണ്ണിങ് സ്പീഡ് എനിക്ക് ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് എജിലിറ്റി ഡെവലപ്പ് ചെയ്യണം. സോ അത് ഒരാഴ്ച കൊണ്ട് നടക്കുന്ന കാര്യമില്ല. അതിന് കുറച്ച് ഒരു സർട്ടൺ പീരീഡ് നിങ്ങൾ ട്രെയിൻ ചെയ്തെങ്കിൽ മാത്രമേ അത് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. സേ ഒരു 2 months എടുക്കാം നിങ്ങളുടെ ഒരു സ്പീഡിലോ അല്ലെങ്കിൽ എജിലിറ്റിയിലോ ഒക്കെ മാറ്റം വേണമെങ്കിൽ, ബിക്കോസ് ബോഡി അഡാപ്റ്റ് ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. അപ്പൊ ഈവൻ ഒരു സീഡ് പോലും ഗ്രൗണ്ടിൽ വീഴുന്നാൽ അത് മുളച്ചു വരാൻ സമയമെടുക്കും. സോ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയം നിങ്ങൾ കൊടുക്കണം. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കണം. അപ്പൊ നിങ്ങളുടെ ഗോൾ ഷുഡ് ബി റിയലിസ്റ്റിക്, ബട്ട് ഇറ്റ് ഷുഡ് ബി ചലഞ്ചിങ്. ഒന്ന് എത്തിയാൽ നിങ്ങൾക്ക് കിട്ടണം, ഒന്ന് നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നേടാൻ കഴിയണം. സോ അതുകൊണ്ട് ഗോൾ എപ്പോഴും ചലഞ്ചിങ് ആയിരിക്കണം. എപ്പോഴും ഗോൾസ് ഇറ്റ് ഷുഡ് ബി ജസ്റ്റ് ഔട്ട് ഓഫ് യുവർ റീച്ച്, ഇറ്റ് ഷുഡ് നോട്ട് ബി ഔട്ട് ഓഫ് യുവർ സൈറ്റ്. മനസ്സിലായി? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു വർഷം കൊണ്ട് ഇന്ത്യ സീനിയർ ടീമിൽ കളിച്ചു കളയാന്ന് പറയുന്നത് അത് അത്ര റിയലിസ്റ്റിക് അല്ല. അല്ലെങ്കിൽ ഞാൻ ഡെയിലി ഒരു 100 പുഷപ്പ് അടിക്കുക എന്ന് പറഞ്ഞാൽ അതും അത്ര റിയലിസ്റ്റിക് അല്ല. മേ ബി ഫസ്റ്റ് ഇയർ ഞാൻ അണ്ടർ-19 സ്റ്റേറ്റ് കളിച്ച് ഒരു സർട്ടൺ ലെവൽ എത്തുന്നു, അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ എന്നെക്കാട്ടിലും കുറച്ച് മുകളിലുള്ള ലെവൽ എത്തുന്നു. അപ്പൊ ഓരോ സമയത്തും നിങ്ങൾ ഓരോ സ്റ്റെപ്പ് കയറി പോവാണ്. സോ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങളുടെ ഗോൾസ് സെറ്റ് ചെയ്യണം. അങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാൻ നോക്കണം. സോ അങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക. ചലഞ്ചിങ് അതിന് വേറൊരു ഇത് കൂടെ ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആവേശം തോന്നണം, ഒരു സ്പിരിറ്റ് തോന്നണം. ഇന്നത് ചെയ്യാം, ഞാൻ ശ്രമിച്ചാൽ അത് കിട്ടും. അപ്പൊ അത് നിങ്ങളുടെ ഗോൾ ആ ഒരു ആസ്പെക്ട് ഗോൾ സെറ്റിംഗിൽ വേണം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അതിന് മുമ്പ് ടൈംഡ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ടൈംഡ്. നമ്മൾ ഗോൾ എന്തെങ്കിലും അച്ചീവ് ചെയ്താൽ പോരാ, ഇറ്റ് ഷുഡ് ബി ടൈംഡ്. ഇപ്പൊ ഞാൻ രഞ്ജി ട്രോഫി കളിക്കണം, അല്ലെ അണ്ടർ-19 കളിക്കണം, അണ്ടർ-19 ഇന്ത്യ കളിക്കണം, അല്ലെങ്കിൽ ഞാൻ സർട്ടൺ നമ്പർ ഓഫ് റൺസ് അടിക്കണം, അല്ലെങ്കിൽ എന്റെ കളിയിൽ ഒരു മാറ്റം ഉണ്ടാവണം, എന്റെ ഫിറ്റ്നസിൽ മാറ്റം ഉണ്ടാവണം. ഇത് എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ എല്ലാവരും കളിക്കുന്ന ഒരു സർട്ടൺ ഏജ് ഗ്രൂപ്പാണ്. സോ നിങ്ങൾ ഗ്രൗണ്ടിൽ ചിലവാക്കുന്ന ഓരോ സമയം ഷുഡ് ബി കൗണ്ടഡ്. അപ്പം നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് അതുപോലെ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ടൈംഡ്. ഒരു വർഷം എടുത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനെക്കാട്ടിലും നിങ്ങൾ പ്രോപ്പറായിട്ട് ഗോൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു മാസം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. നിങ്ങളെ ഇമ്പ്രൂവ്മെന്റ് ഓരോ മാസം കൊണ്ടും നടക്കും, ഓരോ ആഴ്ച കൊണ്ടും നടക്കും. ബട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഗോൾ സെറ്റിംഗ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ഒരു വർഷം കൊണ്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരു മാറ്റം ആലോചിച്ചു നോക്കും. ഒരാഴ്ച നിങ്ങൾ
ഒരു 5% മാറിയാൽ തന്നെ ഒരു വർഷം കൊണ്ട് നിങ്ങൾ എന്തുമാത്രം ഒരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് ആലോചിക്കുക. സോ ഇറ്റ് ഷുഡ് ബി ടൈംഡ്, ഇറ്റ് ഷുഡ് ബി എക്സൈറ്റിംഗ്. നേരത്തെ പറഞ്ഞ ചലഞ്ചിങ് ആൻഡ് എക്സൈറ്റിംഗ്. നിങ്ങളുടെ ലക്ഷ്യത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവണം, നിങ്ങൾക്കൊരു ഉള്ളിലൊരു ഇമോഷൻ ഉണ്ടാവണം, എനിക്കത് നേടണം തോന്നണം, അങ്ങനെ ഒരു ഫീൽ കിട്ടണം. ലാസ്റ്റ് വൺ ഈസ് റെക്കോർഡഡ്. ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, നിങ്ങളുടെ ഡയറി മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ഒരു ഡോക്യുമെന്റേഷൻ ആവശ്യമാണ്. കാരണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾ അത് അച്ചീവ് ചെയ്യാനുള്ള സാധ്യത അധികമാണ്. അതിനോടുള്ള കമ്മിറ്റ്മെന്റ് കാണിക്കുന്നതും അതിനും മാറ്റം ഉണ്ടാവും. നിങ്ങളത് നേടാനുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിലും മാറ്റം ഉണ്ടാവും. സോ ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ്. ആൻഡ് അത് നിങ്ങളുടെ ഗോൾസ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ, അതിൽ നിങ്ങൾ ചെയ്യുന്ന പ്രോസസ് കറക്റ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ഗോൾ ഷുഡ് ബി റെക്കോർഡഡ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഗോൾ സെറ്റിംഗിൽ ഈ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യണം. സ്മാർട്ടർ ഗോൾ സെറ്റിംഗ് എന്നാണ് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സോ സ്മാർട്ടർ എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് വേണം നിങ്ങളെല്ലാം ഗോൾ സെറ്റ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ഒരു ഫിറ്റ്നസിന്റെ ഗോൾ സെറ്റ് ചെയ്താൽ ഈ കാര്യങ്ങൾ സ്മാർട്ടർ എന്ന് പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ അതിൽ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ടെക്നിക്കൽ ആസ്പെക്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ അതിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ, അത് സ്പെസിഫിക് ആണോ, ഇത് മെഷർ ചെയ്യാൻ പറ്റുന്നതാണോ, ഇത് ഞാൻ കോച്ചുമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ, ഇത് റിയലിസ്റ്റിക് ആണോ, ഇത് ടൈംഡ്, ഇത് എക്സൈറ്റിംഗ് ആണോ, ഇത് റെക്കോർഡർ ആണോ, ഇതെല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഇത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗോൾ സെറ്റിംഗിൽ മിക്കവാറും നിങ്ങൾ ആ ഒരു കറക്റ്റ് വെയിൽ തന്നെ നിങ്ങൾ പോകും. തെറ്റുകൾ കൂടാതെ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യാൻ പഠിക്കും. സോ ലാസ്റ്റ് വൺ, മെയിൻറ്റെയിൻ എ ഡയറി, ഗീവ് റിവാർഡ്സ് ആൻഡ് റീസെറ്റ് ഇഫ് നെസസറി. മെയിൻറ്റെയിൻ എ ഡയറി ഞാൻ നേരത്തെ പറഞ്ഞു, അത് റെക്കോർഡ് ചെയ്യണം, എഴുതി വെക്കണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഗീവ് റിവാർഡ്സ്, നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്തു, അപ്പൊ നമ്മൾ തന്നെ ഒരു റിവാർഡ് കൊടുക്കുക. ഓർ മേ ബി കോച്ചസ്, നിങ്ങൾ അച്ചീവ് ചെയ്ത കോച്ച് നിങ്ങൾക്ക് റിവാർഡ് തരും. അപ്പൊ അതുപോലെ നിങ്ങൾ തന്നെ റിവാർഡ് ചെയ്യണം. അപ്പൊ അത് നിങ്ങളുടെ കോൺഫിഡൻസും മോട്ടിവേഷനൊക്കെ കൂട്ടത്തേ ഉള്ളൂ. ആൻഡ് റീസെറ്റ് ഇഫ് നെസസറി. ഇപ്പം ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തു, ഈ ഒരു സീസണിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തു, പക്ഷെ എനിക്കൊരു ഇഞ്ചുറി വന്നു, അപ്പൊ അല്ലെങ്കിൽ എനിക്കൊരു പനിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വന്നു. അപ്പം ഞാൻ സെറ്റ് ചെയ്ത പോലെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ നമ്മളവിടെ ആ സമയത്ത് നമ്മുടെ എൻവയറമെന്റ് അത്ര ശരിയില്ല. മേ ബി നമുക്ക് അധികം സ്പീഡ് ട്രെയിനിങ് ചെയ്യാൻ പറ്റില്ല, കാരണം നനഞ്ഞ ഗ്രൗണ്ടൊക്കെ ആയതുകൊണ്ട് സ്പീഡിൽ ഓടാൻ കഴിയില്ല. അപ്പൊ ആ സമയത്തൊക്കെ നമ്മുടെ ഗോൾ ഒന്ന് റീസെറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ഇഞ്ചുറീസ് കാരണമാവാം, അല്ലെങ്കിൽ എൻവയറൺമെന്റ് കണ്ടീഷൻസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം, മേ ബി എക്സാംസ് ആവാം. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ ഗോൾസ് റീസെറ്റ് ചെയ്യണം. റീസെറ്റ് ചെയ്ത് വീണ്ടും നിങ്ങളുടെ സമയം ഫ്രൂട്ട്ഫുൾ ആയിട്ട്, അതായത് വളരെ പ്രയോജനപ്രദമായിട്ട് അത് ഉപയോഗിക്കാൻ നോക്കണം. അതിനാണ് റീസെറ്റ് ചെയ്യുന്നത്. സോ എപ്പോഴും നിങ്ങൾ ഈ ഗോൾ സെറ്റിംഗ് വഴി കാര്യങ്ങൾ ചെയ്യാൻ നോക്കിയാൽ ഒന്ന് നിങ്ങളുടെ പുറത്തുള്ള പ്രഷർ കുറയും. കാരണം വെച്ചാൽ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഗോൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ മാച്ചിനാണെങ്കിൽ പ്രാക്ടീസ് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാം, ഇന്ന കാര്യം മാത്രം ചെയ്താൽ മതി. എല്ലായിടത്തും മൊത്തം ഇങ്ങനെ കിടന്ന് പരന്ന് കിടന്ന് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. യു ഷുഡ് വർക്ക് സ്മാർട്ട്ലി. സോ സ്മാർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാവും. there are multiple goals. അപ്പൊ അത് എവിടെയൊക്കെയാണ് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യേണ്ടതെന്നും കൂടെ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ ടെക്നിക്കൽ ആസ്പെക്ട്, എവിടെയൊക്കെ ഗോൾ സെറ്റ് ചെയ്യാം. നിങ്ങളുടെ ടെക്നിക്കൽ ആസ്പെക്ട്, ടെക്നിക് പറയുന്നത് നിങ്ങളുടെ ഗ്രിപ്പ്, സ്റ്റാൻസ്, ബാക്ക് ലിഫ്റ്റ്, ആ കാര്യങ്ങളാണ് നിങ്ങളുടെ ടെക്നിക്ക്. ടാക്ടിക്കൽ എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും പർട്ടിക്കുലർ ബോളറിനെ കളിക്കാൻ ബുദ്ധിമുട്ട്, മേ ബി നിങ്ങളെ സ്വിങ് കളിക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സ്പിന്നേഴ്സിനെ കളിക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ബൗൺസർ കളിക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറെ കളിക്കാൻ ബുദ്ധിമുട്ട്. സോ അതാണ് ടാക്ടിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ട്. മേ ബി നിങ്ങൾക്ക് ക്ലോസ് ഇൻ ഫീൽഡേഴ്സ് വരുമ്പോൾ കളിക്കാൻ ബുദ്ധിമുട്ട്. അപ്പം ഇതുപോലുള്ള ടാക്ടിക്കൽ ഡിഫിക്കൽറ്റി നിങ്ങൾക്ക് അവിടെ ഒരു ഗോൾ, ഒരു സ്പെസിഫിക് ആയിട്ട് കാര്യം എഴുതാം അവിടെ. ദെൻ നിങ്ങളുടെ ഫിസിക്കൽ ആസ്പെക്ട്, ഫിസിക്കൽ അസസ്മെന്റ് ഒക്കെ നിങ്ങൾ എടുക്കും. അപ്പൊ ഫിസിക്കൽ അസസ്മെന്റിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യമായിരിക്കും നിങ്ങൾ ആ അസസ്മെന്റിൽ കുറവ്. അപ്പൊ അതിന് കൂടുതൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. അപ്പൊ അത് എഴുതാം. ദെൻ അടുത്തത് മെന്റൽ ആസ്പെക്ട്. അപ്പം കോച്ചസുമായിട്ട് ഡിസ്കസ് ചെയ്ത് എഴുതുമ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ലാപ്സ് ആണോ, ഓർ നിങ്ങൾക്ക് പ്രഷറിൽ പെർഫോം ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷന്റെ കുറവാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ മാച്ച് കളിച്ച് ഉള്ള നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ കുറവാണോ, ഇതെല്ലാം. ഓർ നിങ്ങളുടെ ഒരു 2 ഇന്നിങ്സ് നിങ്ങൾ ഫെയിൽ ചെയ്തിട്ട് തിരിച്ച് കംബാക്ക് നടത്താനുള്ള റെസീലിയൻസിന്റെ കുറവാണോ, ഇതെല്ലാം കോച്ചസുമായിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഫുൾ ഇൻപുട്സ് തരാൻ കഴിയും. അപ്പോൾ
മെന്റൽ ആസ്പെക്റ്റിലും മേ ബി നിങ്ങൾക്ക് ഒരു ആസ്പെക്ട് വർക്ക് ചെയ്യാൻ കഴിയും. ദെൻ പേഴ്സണൽ ലൈഫ് സ്റ്റൈലിൽ നിന്നാണ് മാറ്റം. ഇപ്പം നമ്മൾ നേരത്തെ കഴിക്കുന്ന മോർക്കോ ഒഴിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ശീലം ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്ന ശീലം ഇല്ലായിരിക്കാം, പ്രോപ്പറായിട്ടുള്ള സമയത്ത് ഉറങ്ങുന്ന ശീലം ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ആളായിരിക്കാം. സോ ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വരുന്ന കാര്യങ്ങളാണ്. മേ ബി നിങ്ങൾക്ക് എന്താണ് ഒരു സെലക്ഷന് കളിക്കാൻ പോകുമ്പോൾ ഉള്ള പ്രഷർ ആയിരിക്കാം. അപ്പൊ ഇതെല്ലാം ഒരു സെർട്ടൺ നിങ്ങളുടെ ചിന്തകളിൽ വരുന്ന മാറ്റങ്ങൾ വരുത്തിയാൽ അതെല്ലാം മാറിപ്പോകും. അപ്പൊ ഇതെല്ലാം ഒരു നിങ്ങളുടെ പേഴ്സണൽ ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസിനെ ആകെ അത് മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. ഈ പേഴ്സണൽ കാര്യം ഇവിടെ ഇടാനെന്ന് വെച്ചാൽ നല്ല ഒരു ക്യാരക്ടറിനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയാം. നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ അതേ നല്ല സ്ട്രോങ്ങും നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള വ്യക്തി തന്നെയായിരിക്കും ഗ്രൗണ്ടിലും പോയി കളിക്കുന്നത്. അപ്പോ ഈ ക്യാരക്ടറിന്റെ ഇതേ കാര്യങ്ങൾ തന്നെ അയാൾ ഗ്രൗണ്ടിൽ പോയും കാണിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടറും ഇതിന്റെ കൂടെ ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ ഗോൾ സെറ്റിംഗ് കൊണ്ടുവരാം. മേ ബി നിങ്ങളുടെ വാല്യൂസ്, നിങ്ങൾ ഓണസ്റ്റ് ആണ് നിങ്ങളുടെ പ്രാക്ടീസിങ്, നിങ്ങളോട് തന്നെ ഓണസ്റ്റ് ആണ്, ഇതുപോലത്തെ കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ടെക്നിക്കൽ, ടാക്ടിക്കൽ, ഫിസിക്കൽ, മെന്റൽ ആൻഡ് പേഴ്സണൽ, ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ദ ഡേ ഒരുപാട് സമയമുണ്ട്. ടെക്നിക്കൽ, ടാക്ടിക്കൽ, ഫിസിക്കൽ, മെന്റൽ ആൻഡ് പേഴ്സണൽ ഒരുപാട് സമയമുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു മാസം വർക്ക് ചെയ്യണമെങ്കിൽ മൊത്തം നിങ്ങളുടെ ആസ് എ പ്ലെയർ എന്ന രീതിയിൽ വലിയൊരു മാറ്റം, 1% ആണെങ്കിലും ഇതിൽ എല്ലാത്തിലും ഒരു ശതമാനം മാറ്റം കൊണ്ടുവന്നാൽ അതൊരു വലിയ ചേഞ്ച് തന്നെയായിരിക്കും. സോ അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുക. സെറ്റ് മൾട്ടിപ്പിൾ ഗോൾസ് ബട്ട് ഹാവ് യുവർ പ്രയോറിറ്റീസ് ക്ലിയർ. നേരത്തെ പറഞ്ഞ പ്രയോറിറ്റീസ് ക്ലിയർ ആയിട്ട് വേണം. എനിക്ക് ടെക്നിക്കൽ ആണെങ്കിൽ എവിടെ വർക്ക് ചെയ്യണം, ഫിസിക്കൽ ആണെങ്കിൽ എവിടെ, മെന്റൽ ആണെങ്കിൽ എവിടെ. സോ ഷുഡ് ബി യു നീഡ് എ ക്ലാരിറ്റി. Goal setting is the process of setting targets and laying down a plan on how to achieve them. ലൈക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങളൊരു ബിൽഡിംഗ് നോക്കുകയാണെങ്കിൽ ആ ബിൽഡിംഗ് ഒറ്റയടിക്കും കെട്ടുകയല്ല, അതിന് മുമ്പ് കുറച്ച് പ്ലാൻ ഉണ്ട്. അതിന്റെ ഒരു പ്ലാൻ വരയ്ക്കും ആ ബിൽഡിങ്ങിനെ പറ്റി, അതിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കും, അതിനുശേഷമാണ് ആ ബിൽഡിംഗ് കെട്ടുന്നത് തന്നെ. അതുപോലെ തന്നെ ലൈഫിൽ നമ്മൾ മനുഷ്യണ്ടാക്കുന്ന എല്ലാ കാര്യവും ശ്രദ്ധിച്ചാൽ മതി, അതൊരു പ്ലാനിങ്ങും പ്രോസസ്സും ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ക്രിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ള ഒരു ചാർട്ട് ഉണ്ടാക്കണം, ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുകയാണ്. അതാണ് നമ്മൾ ഈ ഗോൾ സെറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിന് ഗോൾ സെറ്റിങ്ങിനെ ഇങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ലോങ് ടേം ഗോൾ. ലോങ് ടേം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിക്കറ്റ് കളിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയാണ് എത്താൻ പോകുന്നത്, നിങ്ങൾ എന്തായിട്ട് മാറാനാണ് ഉദ്ദേശിക്കുന്നത്, ദാറ്റ് ഈസ് യുവർ ഡ്രീം ഗോൾ. ദാറ്റ് ഈസ് വി കോൾ ഇറ്റ് ലോങ് ടേം ഗോൾ. അടുത്തത് ഇന്റർമീഡിയറ്റ് ഗോൾ. അതിലോട്ട് എത്താൻ ഈ ഒരു വർഷം ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു സീസൺ അല്ലെങ്കിൽ ഈ ഒരു ടൂർണമെന്റ് ഞാൻ എന്ത് ചെയ്യണം, അതാണ് ഇന്റർമീഡിയറ്റ് ഗോൾ. സോ ഓരോ വർഷത്തെ ഗോൾ എന്ന് വിചാരിക്കാതെ. അടുത്ത ഷോർട്ട് ടേം ഗോൾസ്, ദാറ്റ് ഈസ് ഈ ഒരു മാസം ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു മാസത്തെ എന്റെ പ്രാക്ടീസ് സെഷൻസ് എങ്ങനെയായിരിക്കും. ഇപ്പം ഓഫ് സീസൺ ആണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ പ്രാക്ടീസ്. പക്ഷെ ഒരു ടൂർണമെന്റിന് മുമ്പാണെങ്കിൽ ആ ടൂർണമെന്റിന് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ പ്രാക്ടീസ്. സോ ഷോർട്ട് ടേം ഗോൾസ് അങ്ങനെ വേരി ചെയ്യും. സോ ഈ കാര്യങ്ങളെല്ലാം ഓരോ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് യുവർ സക്സസ് ആണ്. ഇതെല്ലാം ഓരോ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണ്. നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീമിൽ എത്താനുള്ള ഓരോ സ്റ്റെപ്സ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഗോൾ ഓഫ് ദ ഡേ. ഓരോ ദിവസം നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പോകണം. ഒരു ദിവസം പോലും നിങ്ങൾ ഗ്രൗണ്ടിൽ ഒരു ഐഡിയ, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ചെല്ലരുത്. ബിക്കോസ് യു ഷുഡ് പ്രാക്ടീസ് വിത്ത് ദ പേർപ്പസ്. കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് ഡെവലപ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീട് വിട്ട് അക്കാഡമി ഒന്നും നിൽക്കുന്നതിൽ അർത്ഥമുള്ളൂ. സോ യു ഷുഡ് ഹാവ് എ ഗോൾ എവറി ഡേ. അത് നിങ്ങൾ എഴുതി തന്നെ വെക്കണം. ഞാൻ വീണ്ടും സൽമാന്റെ ഒരു ഇത് പറയണം. സൽമാൻ എവറി വീക്ക് അവൻ ഗ്രൗണ്ടിൽ വന്നാൽ അവന്റെ ഗോൾ അവൻ എഴുതി വെച്ചിട്ടാണ് വരുന്നത്. എവറി വീക്ക് വെരി ക്ലിയർ അബൌട്ട് വാട്ട് ഹി വാണ്ട് ടു ഡു ഇൻ ദ ഗ്രൗണ്ട്. അതാവുമ്പോ അത് ആ പ്ലെയർ അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആവും. കാരണം അത് പ്ലാൻ ചെയ്ത് വന്നിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത്രത്തോളം അയാൾക്ക് അത് ഹർട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഗോൾ സെറ്റ് ചെയ്ത് തന്നെ നിങ്ങളുടെ പ്രാക്ടീസ് സെഷൻസും നിങ്ങളുടെ കരിയറും ഒക്കെ അപ്രോച്ച് ചെയ്യാം.
ഇത് നിങ്ങളെ നിങ്ങളുടെ പെർഫോമൻസിന്, അതായത് മാച്ചിനെ പെർഫോം ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത് നിങ്ങളെ നല്ലവണ്ണം മനസ്സിലാക്കുക. കാരണം മാച്ചിന് പെർഫോം ചെയ്യാന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് ഔട്ട്കം ഗോൾ. ഔട്ട്കം എന്ന് വെച്ചാൽ ഈ മാച്ചിന് അല്ലെങ്കിൽ ഈ ടൂർണമെന്റിൽ നിന്ന് എനിക്ക് എന്താ വേണ്ടത് എന്നുള്ളതാണ് ഔട്ട്കം. എനിക്ക് മേ ബി നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഔട്ട്കം. സോ എൻഡ് റിസൾട്ടിനെ പറ്റിയാണ് നിങ്ങളുടെ ഈ ഔട്ട്കം എന്ന് ഉദ്ദേശിക്കുന്നത്. ഡിസയർ ആൻഡ് റിസൾട്ട്, ഗെറ്റിംഗ് എ സെലക്ഷൻ. ഫോർ എക്സാമ്പിൾ ആണ് സെലക്ഷൻ കിട്ടണം, ഇതാണ് നിങ്ങളുടെ ഔട്ട്കം ഗോൾ എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ പ്ലേയേഴ്സും അതിൽ തന്നെ ഇരിക്കും. എനിക്ക് ഈ ലക്ഷ്യം വേണം, എനിക്ക് ഈ സെലക്ഷൻ കിട്ടണം, അതിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന് എന്ത് ചെയ്യണം? എനിക്ക് സെലക്ഷൻ കിട്ടണമെങ്കിൽ എനിക്ക് ഡിസ്ട്രിക്ട് മാച്ച് ഇത്ര മാച്ചസ് ഉണ്ട്. അപ്പൊ എനിക്ക് അടുത്ത ലെവൽ എന്ന് പറയുന്നത് സോൺ ആണ്. അപ്പൊ സോണിലോട്ട് സെലക്ഷൻ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് രീതിയിലുള്ള പെർഫോമൻസ് കൊടുക്കണം, എത്ര റൺ അടിക്കണം, എത്ര വിക്കറ്റ് എടുക്കണം, എന്റെ ആവറേജ് എത്ര ആയിരിക്കണം. അപ്പൊ ഇതാണ് പെർഫോമൻസ് ഗോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഓർ റിസൾട്ട്സ്, ലെവൽ ഓഫ് പെർഫോമൻസ് ടു ബി അച്ചീവ്ഡ് ഡ്യൂറിങ് എ കോമ്പറ്റീഷൻ. ഈ ലെവൽ, അതായത് എത്ര ആവറേജിൽ എന്റെ റണ്ണ് ഞാൻ ഉണ്ടായിരിക്കണം, എത്ര ടോട്ടൽ റൺസ് എത്ര അടിക്കണം, എത്ര വിക്കറ്റ്സ്. അപ്പം ഒരു നമ്പർ ഓഫ് നമ്പേഴ്സിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന് വെച്ചാണ് നിങ്ങളുടെ അടുത്ത ലെവലിലോട്ടുള്ള സെലക്ഷൻ. സോ അതാണ് നിങ്ങളുടെ പെർഫോമൻസ് ഗോൾ. ഫോർ എക്സാമ്പിൾ ഇപ്പം 5 മാച്ച് ഉണ്ട്. 5 മാച്ചിൽ നിങ്ങൾക്ക് റിയലിസ്റ്റിക്, നേരത്തെ ഗോൾ സെറ്റിംഗ് പറഞ്ഞ റിയലിസ്റ്റിക് ആയിരിക്കണം. 5 മാച്ചിൽ നിങ്ങൾക്ക് 100 അടിക്കാൻ കഴിയണമെന്നില്ല. സോ ഇറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക്. മേ ബി ഒരു 200s ഓർ 300s അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്യുക, റിയലിസ്റ്റിക് ആയിട്ട് സെറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു 300 or 400 അകത്ത് 250 to 350 റൺസ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്ത ലെവലിലോട്ട് നിങ്ങളെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത ഏറുകയാണ്. അത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ വിലയിരുത്തണം, എത്ര ചെയ്താൽ എനിക്ക് അടുത്ത ലെവലിലോട്ട് കിട്ടും. അതാണ് പെർഫോമൻസ് ഗോൾ. ലാസ്റ്റ് വൺ ഈസ് പ്രോസസ് ഗോൾ. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു കാര്യം മിക്കവാറും പ്ലേയേഴ്സ് ചെയ്യാറില്ല. അത് പ്രോസസ് ഗോൾ എന്ന് പറയുന്നത് ബിഹേവിയർ അല്ലെങ്കിൽ സ്ട്രാറ്റജി. അതായത് എന്റെ ഈ പെർഫോമൻസ്, എനിക്ക് ഇത്ര റൺ അടിക്കാൻ ഈ മാച്ചിന് എന്ത് ചെയ്താൽ ഈ റൺ അടിക്കാൻ കഴിയും, ഈ ഒരു ആവറേജ് ഈ ഒരു മാച്ചിന് എനിക്ക് 50 റൺ അടിക്കണം. അപ്പൊ അതിന് എന്ത് ചെയ്താൽ എനിക്ക് 50 അടിക്കാൻ കഴിയും. ഏതെങ്കിലും ഒരു കാര്യം, ഒരു ആസ്പെക്ട് ഞാൻ ഫോക്കസ് ചെയ്താൽ മതിയാവും, ഓൺലി വൺ. അത് ചെയ്താൽ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ബാറ്റ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ബോൾ ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ബൗളേഴ്സിന് ഇഫ് യു ഫോക്കസ് ഓൺ റിതം, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങളുടെ റണ്ണപ്പ് നന്നാവും, നിങ്ങളുടെ റിലീസ് നന്നാവും, കറക്റ്റ് ഏരിയസിൽ കൂടുതൽ ബോൾ എറിയാൻ കഴിയും. അപ്പൊ കറക്റ്റ് ഏരിയസിൽ കൂടുതൽ ബോൾ എറിയാൻ കഴിയുകയാണെങ്കിൽ കൂടുതൽ വിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രോസസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ആ പ്രോസസ്സ് നിങ്ങളെ ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ബാറ്റിംഗ് ആണെങ്കിൽ ഈ ഫോക്കസ് ഓൺ ദ ബോൾ. അപ്പൊ ആ പ്രോസസ്സ് കറക്റ്റായിട്ട് ചെയ്യാം. ഫോക്കസ് ഓൺ വാട്ട് ടു ഡു ഇൻ ഓർഡർ ടു അച്ചീവ് ഔട്ട്കം ഓർ പെർഫോമൻസ് ഗോൾ. അപ്പൊ പെർഫോമൻസ് അച്ചീവ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു ആസ്പെക്ട്, ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്താൽ മതി. ആ പ്രോസസ്സ് എത്ര ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്യുമോ അതിനനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് വരും. സോ ആ പ്രോസസ് ഗോൾ നിങ്ങൾ എല്ലാവരും സെറ്റ് ചെയ്യണം മാച്ചിന്. ഒരു കാര്യം മനസ്സിൽ വെച്ചാൽ ആ ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ നന്നായിട്ട് ഫീൽഡ് ചെയ്യണമെങ്കിൽ ബോൾ ശ്രദ്ധിച്ചാൽ മതി, നല്ല ക്യാച്ച് എടുക്കുന്ന ബോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളാണ് നിങ്ങളെ പെർഫോം ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഗോൾ സെറ്റിംഗ് കൊണ്ടുവരണം. ഒന്ന് ഔട്ട്കം ഗോൾസ് വേണം, ദാറ്റ് ഈസ് അബൌട്ട് റിസൾട്ട്. പെർഫോമൻസ് ഗോൾ വേണം, അത് നമ്പേഴ്സിലായിരിക്കാം. അത് നിങ്ങളുടെ ഒരു സർട്ടൺ സ്റ്റാൻഡേർഡ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന കാര്യമാണത്. പ്രോസസ് ഗോള്, അത് ആ പെർഫോമൻസ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ റിസൾട്ട് കൊണ്ടുവരാനുള്ള പ്രോസസ്സാണ്. ആൻഡ് പോസിറ്റീവ് ഗോൾ ഷുഡ് ബി ഓൾവേസ് ബി പോസിറ്റീവ്ലി വേർഡഡ്. അപ്പൊ നിങ്ങൾ എപ്പം നിങ്ങളുടെ ഡയറി എഴുതുമ്പോഴും നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴും ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ്ലി വേർഡഡ്. അതിനുള്ള എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഐ വിൽ നോട്ട് ഹിറ്റ് ദ ബോൾ ഇൻ ദ എയർ ക്യാൻ ബി വേർഡഡ് ആസ് ഐ വിൽ പ്ലേ ഗ്രൗണ്ട് സ്ട്രോക്സ്. അതായത് ഞാൻ ഒരു ക്യാച്ചും വിടത്തില്ല, അതിന് പകരം ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഐ വിൽ കീപ് ഐസ് ഓൺ ദ ബോൾ, ഐ വിൽ ഫീൽ വെൽ. ഞാൻ വൈഡ് നോ ബോൾ എറിയില്ല, അത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഐ വിൽ ബോൾ ടൈറ്റ്ലി, ഐ വിൽ ബോൾ സ്റ്റംപ് ടു സ്റ്റംപ്, ഓർ ഐ വിൽ ബോൾ ഗുഡ് ലൈൻ ആൻഡ് സർട്ടൺ ലൈൻ ആൻഡ് സർട്ടൺ ലെങ്ത്. സോ അതിന് കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ടുള്ള വേർഡിങ് കൊടുക്കുക. അപ്പൊ അതിന്റെ ഒരു റീസൺ കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മൈൻഡ് എങ്ങനെ തിങ്ക് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ എന്താണ് വേർഡ് ചെയ്യുന്നത് ആ ഒരു പിക്ചർ ആയിരിക്കും മൈൻഡിൽ വരുന്നത്. ഓർ ഇപ്പം നിങ്ങൾ എഴുതുകയാണ് ഞാൻ ക്യാച്ച് വിടത്തില്ല, അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് ക്യാച്ച് വിടുന്ന ഒരു പിക്ചറാ വരുന്നത്. അപ്പം അത് നിങ്ങളെ ക്യാച്ച് കൂടുതൽ വിടാനുള്ള സാഹചര്യങ്ങളെ ഉണ്ടാക്കി തരുള്ളൂ. ബട്ട് നേരെ മറിച്ച്
ക്യാച്ച് നന്നായിട്ട് എടുക്കാനുള്ള ഒരു പ്രോസസ് ആണ് കീപ് യുവർ ഐസ് ഓൺ ദ ബോൾ, വാച്ച് ദ ബോൾ. അപ്പൊ നിങ്ങൾ ക്യാച്ച് കൂടുതൽ എടുക്കാനുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്, ആ പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഗോൾ ഷുഡ് ബി പോസിറ്റീവ്ലി വേർഡഡ്. ആൻഡ് ക്രിക്കറ്റ് ഈസ് എ ടീം ഗെയിം. അതില് ടീമിന് ഏറ്റവും വലിയൊരു സ്ഥാനമുണ്ട്. സോ അതിലുള്ള ഒരു കാര്യം കൂടെയാണ് ഇവിടെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഷുഡ് ബി സെറ്റ് ടീം ഗോൾ ഓർ പേഴ്സണൽ ഗോൾസ് ഇൻ ദ ഗെയിം ലൈക്ക് ക്രിക്കറ്റ്. അത് ക്രിക്കറ്റിലെ പേഴ്സണൽ ഗോൾ മാത്രം പോരാ, എന്റെ ടീം ആയിട്ടാണ് കളിക്കുന്നത്. എനിക്ക് ബാക്കി എന്റെ കൂടെ 10 പേര് കളിക്കുന്നുണ്ട്. അപ്പം എന്റെ ടീമിനും കൂടെ ഇഴുകി ചേർന്ന ഒരു ഗോളാണ് എനിക്ക് വേണ്ടത്. ഇപ്പൊ എനിക്ക് മേ ബി എന്റെ ഗോൾ 50 അടിക്കണം എന്നായിരിക്കും, പക്ഷെ എന്റെ ടീമിന് ആവശ്യം അപ്പൊ ഫാസ്റ്റ് റൺസ് ആയിരിക്കും. 10 ഓവറിൽ മേ ബി ഒരു 80 റൺ വേണം. അപ്പൊ ഞാൻ എന്റെ സ്വന്തം കളി മാത്രം കളിച്ചുകൊണ്ട് എന്റെ ടീമിന് മെച്ചമില്ല. അത് നിങ്ങൾക്ക് ഹാം ചെയ്യുള്ളൂ. കാരണം അടുത്ത മാച്ച് മേ ബി യു വിൽ ബി ഡ്രോപ്ഡ് ഫ്രം ദ ടീം. മൊത്തം ടീം തന്നെ അത് ചിലപ്പോൾ കോമ്പറ്റീഷന് പുറത്താകാം. അതുകൊണ്ട് നിങ്ങളുടെ ഗോൾസ് ടീമിനും കൂടെ ബെനിഫിഷ്യൽ ആകുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യേണ്ടത്. സോ ഓൾവേസ് യു ഫോളോ വിൻ വിൻ ആറ്റിറ്റ്യൂഡ്. ഞാനും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യണം, എന്റെ ടീമും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യണം. അതുകൊണ്ട് മാത്രമേ ഒരു പ്ലെയറിന് ബെനിഫിറ്റ് ഉള്ളൂ. ലൈക്ക് ടീമിന്റെ ഒരു എക്സ്പാൻഷൻ തന്നെ ടുഗദർ റീച്ച് അച്ചീവ് മോർ എന്നാണ്. സോ എല്ലാവരും ഒരുമിച്ച് പെർഫോം ചെയ്താൽ, എല്ലാവരും ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്താൽ ആ ടീമിൽ കളിക്കുന്ന എല്ലാവർക്കും അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. സോ ടുഗദർ ഈച്ച് അച്ചീവ് മോർ, അത് മനസ്സിൽ ഓർത്തിരിക്കുക. ഇത് ഗോൾ സെറ്റിങ്ങിന്റെ ഒരു ഫോർമാറ്റ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവരും കിട്ടും. അത് കോച്ചസിന്റെ പ്രസൻസോടെ ചെയ്യുക, അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് തന്നെ ചെയ്യണം. അപ്പൊ അതില് ഏരിയാസ് ടു വർക്ക് ഉണ്ട്, കമ്പോണൻസ് നീഡ്സ് അറ്റൻഷൻ, ഹൗ ഐ ആം ഗോയിങ് ടു ഡു ഇറ്റ്, ഹു ഈസ് ഗോയിങ് ടു ഹെൽപ്പ് മീ, ഹൗ ക്യാൻ ഐ മെഷർ ഇംപ്രൂവ്മെന്റ്, എത്ര ഡ്യൂറേഷൻ, എത്ര ദിവസം അല്ലെങ്കിൽ എത്ര വീക്ക് വർക്ക് ചെയ്തു, അത് ആ ഒരു ആസ്പെക്ട് അച്ചീവ് ചെയ്തെങ്കിൽ അവിടെ ടിക്ക് ചെയ്യുക. അച്ചീവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ റിമാർക്സ് ചെറിയ എഴുതാനുണ്ടെങ്കിൽ അവിടെ എഴുതുക. അച്ചീവ് ചെയ്താലും നിങ്ങൾക്ക് റിമാർക്സ് എഴുതാനുണ്ടാവും. ഇതർ വേ നിങ്ങൾക്ക് അവിടെ അത് കോട്ട് ചെയ്യാം. സോ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ ആസ്പെക്ട്, ടാക്ടിക്കൽ, ഫിസിക്കൽ, മെന്റൽ ആൻഡ് ആറ്റിറ്റ്യൂഡിനൽ, ഇതെല്ലാം ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. താഴെ നിങ്ങളെ സ്മാർട്ടർ ഗോൾസിന്റെ എക്സ്പാൻഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ എപ്പോൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴും ആ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആ സ്മാർട്ടർ ഗോൾസിന്റെ കാര്യങ്ങൾ അതിൽ ഉണ്ടോ എന്ന് നിങ്ങൾ വിലയിരുത്തുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ഒരു ആസ്പെക്ട്, ഇപ്പം ഒരാഴ്ച നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു 1 വീക്കിലെ പ്രോഗ്രാം ഉണ്ടാക്കി ശീലിക്കുക. 1 വീക്കിലെ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്ത് ശീലിക്കുക. അപ്പൊ അത് നിങ്ങളെ ഈ ഗോൾ സെറ്റിംഗ് ചെയ്തൊരു അവയർനെസ്, അതിന്റെ പ്ലസും മൈനസും അതിന്റെ ബെനിഫിറ്റും നിങ്ങൾ മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് അക്കാഡമിയിൽ എന്തായാലും അവൈലബിൾ ആയിരിക്കും. എൻഡ് ഓഫ് ദ സെഷൻ സച്ചിന്റെ ഒരു കോട്ട് തന്നെയാണ്, എൻജോയ് ദ ഗെയിം ആൻഡ് ചേസ് യുവർ ഡ്രീംസ് ഡു കം ട്രൂ. സച്ചിനും അയാളുടെ യങ് ഏജില് ഇന്ത്യ കളിക്കണം അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ക്രിക്കറ്റർ ആണെന്നുള്ള ഒരു ഡ്രീമോടെ തന്നെയാണ് കളിച്ചിരുന്നത്. അത് അദ്ദേഹം അച്ചീവ് ചെയ്തു. ഇപ്പം കോഹ്ലിയും അദ്ദേഹത്തിനും ഡ്രീം ഉണ്ട്, ഗോൾസ് ഉണ്ട്, അതും അദ്ദേഹം അച്ചീവ് ചെയ്യുന്നതായിട്ടാണ് നമുക്കിപ്പം കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മുമ്പ് കളിച്ചിരുന്ന ഒരു മജോറിറ്റി പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ അത്ലീറ്റ്സ് എടുത്ത് നോക്കിയാൽ ദേ ഓൾ സെറ്റ് ഗോൾസ് ആൻഡ് അച്ചീവ് ദം. അതിനുവേണ്ടി അവരൊരു പർപ്പസോടെ ട്രെയിനിങ്ങും എന്താണ് കോമ്പറ്റീഷനെ അപ്രോച്ച് ചെയ്യും. അപ്പൊ അത് അവരുടെ പെർഫോമൻസിന്റെ മാക്സിമം പുറത്തു കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. അവരെ പുറത്തുള്ള പ്രഷർ റിലീവ് ചെയ്യാനും ആ സിറ്റുവേഷൻ ഒരു ചലഞ്ചായിട്ട് കാണാനും അവർ കൂടുതൽ അത് പെർഫോം ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അത് ഫോളോ ചെയ്യുക. നിങ്ങൾ പ്രോപ്പറായിട്ട് ഗോൾ സെറ്റിംഗ് ചെയ്ത് പഠിക്കുക. ഗോൾ സെറ്റിംഗ് ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ സ്ട്രെസ് ചെയ്ത് പറയട്ടെ. നമ്മളെല്ലാം ക്രിക്കറ്റിൽ മെന്റൽ ടഫ്നെസ് അല്ലെങ്കിൽ മെന്റൽ സ്കിൽസ് എന്നൊക്കെ പറയും. മെന്റൽ ടഫ്നെസിന്റെ ഒരു ഭാഗം ഈ ഗോൾ സെറ്റിംഗ് ആണ്. നിങ്ങൾ ഗോൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിന് വേറെ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. അത് വരും ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇവിടെ വെച്ച് ഇപ്പം ഞാൻ ഈ ഗോൾ സെറ്റിങ്ങിന്റെ ഇത് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അയക്കാം. സോ ഗുഡ് ലക്ക്. stay at the academy, enjoy cricket, and നിങ്ങളുടെ ഡ്രീംസ് എല്ലാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ. ആൻഡ് ഗുഡ് ലക്ക്. Okay, Biju, thank you so much. Thank you so much. It is so informative. Thank you. I think it's a ഭയങ്കര important class ആണ്.
അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഏറ്റവും പ്രയോറിറ്റി കൊടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ ഇത് വെച്ചത്. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് നമുക്കൊരു മുന്നോട്ടുള്ള ഒരു മാർഗം, ഒരു ദിശ നമുക്ക് ലഭിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് എങ്ങോട്ടാ പോകുന്നത്, എന്ത് ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ പോണത് എന്നുള്ള ഒരു കൃത്യമായിട്ടൊരു ലക്ഷ്യം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമ്മുടെ എസ്പെഷ്യലി ഈ ക്രിക്കറ്റിംഗ് കാരിയറിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ലക്ഷ്യമില്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് വെറുതെയാണ്. ഓക്കെ, നമ്മൾ യാത്ര പൂർത്തിയാക്കത്തില്ല. അതുകൊണ്ട് ആ ലക്ഷ്യം വേണമെങ്കിൽ നമുക്ക് ഈ ഗോൾ സെറ്റിംഗിൽ കറക്റ്റായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചാർട്ട് ചെയ്ത് പ്ലാൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി എനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കോച്ചസിനോടോ ഞങ്ങളെ എനി ടൈം വിളിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളൊരു അസസ്മെന്റ് ഷീറ്റ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്കുള്ള അസൈൻമെന്റ് ഇതാണ്. ഉടനെ ഒന്നും ചെയ്യാൻ പറയുന്നില്ല. ഓൾമോസ്റ്റ് ഒരു മാസം സമയം, അതായത് ഈ ക്ലാസ്സസ് തീരുന്ന വരെ നിങ്ങൾക്ക് സമയം തരാം. നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് സെറ്റ് ചെയ്ത് ആ പേപ്പറിൽ എഴുതി നിങ്ങളുടെ കോച്ചസ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം. നിങ്ങളുടെ അക്കാഡമിയിലുള്ള കോച്ചസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അത് ഫൈനൽ, അത് ആ ഗോൾ സെറ്റിംഗ് ഫൈനൽ ആക്കി ഒരു മന്ത് ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അക്കാഡമി തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് ഗോൾസ് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ബിൽ സാറ് പറഞ്ഞ പോലെ ഓരോ ക്രൈറ്റീരിയയും ഫുൾഫിൽ ചെയ്തിട്ടുള്ള ഗോൾസ് ആയിരിക്കണം അത്. അതുകൊണ്ടാണ് അത്രയും സമയം തരുന്നത്. നിങ്ങൾ ആലോചിച്ച് അത് ഉണ്ടാക്കിയാൽ മതി. ഓൾറൈറ്റ്, അപ്പോൾ നാളെ നമുക്ക് ഇതേ സമയത്ത് കാണാം. സെയിം 11 നാളെ അല്ല, സോറി, ഓൺ സാറ്റർഡേ വിൽ മീറ്റ് സെയിം ടൈം 11 o'clock. ഓക്കെ, ആ ക്ലാസ്സും ഈ ഗോൾ സെറ്റിങ്ങിന് തന്നെ നിങ്ങൾക്കൊരു ബെറ്റർ ഐഡിയ തരാനായിട്ടുള്ളൊരു ക്ലാസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ അതിനെ നെയിം ചെയ്തിരിക്കുന്ന റോഡ് ടു ദ ടോപ്പ് എന്നാണ്. റോഡ് ടു ദ ടോപ്പ്. ഓക്കെ, എങ്ങനെ നമുക്ക് മുകളിലേക്ക് എത്താൻ കഴിയും, അതിന്റെ വഴി എന്താണ് എന്നുള്ള ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. ഓൾമോസ്റ്റ് ഗോൾ സെറ്റിങ്ങിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പം ഇതിന്റെ ഒരു കംപ്ലീഷൻ വേണമെങ്കിൽ ആ ക്ലാസ് വളരെ ഉപകാരപ്പെടും നിങ്ങൾക്ക്. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലോഡ് ചെയ്ത് തരാം ഗോൾ സെറ്റിംഗിന്റെ അസസ്മെന്റ് ഷീറ്റ്സ്. എല്ലാവരും അത് ഫില്ല് ചെയ്യാൻ നോക്കണം. ഓൾറൈറ്റ്, സോ താങ്ക് യു വൺസ് അഗൈൻ എവ്രിവൺ ഫോർ ജോയിനിങ്. എനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പം സമയം കുറവാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇടേണ്ടത്, അതായത് ഈ ക്ലാസ് നടക്കുമ്പോഴാണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ. ക്ലാസ് നടക്കുമ്പോഴാണ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യേണ്ടത്. ക്ലാസ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സമയമില്ല. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്താൽ നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ ഉടനെ ചോദിക്കാൻ പറ്റും. ഓക്കെ, സോ അടുത്ത ക്ലാസ് തൊട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ക്ലാസ് നടക്കുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇന്ന് എല്ലാവരും വളരെ നല്ലതായിട്ട് നമുക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു. ആരും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയില്ല. സോ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ പോണം മുന്നിലേക്ക് കേട്ടോ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു എവരിബഡി. We'll see you on Saturday 11 o'clock. All right. Thank you, Biju, once again.